വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ദൈവസന്നിധിയിൽ ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. സകല മഹത്വവും നമുക്ക് കർത്താവിനെ അർപ്പിക്കാം. നമ്മുടെ പ്രാണനെ രക്ഷിച്ച ദൈവം നിത്യജീവൻ നമുക്ക് നൽകി തന്ന നിത്യരാജ്യത്തിനു വേണ്ടി നമ്മെ ഓരോ ദിവസവും ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമുഖത്ത് ജഡത്തിൽ നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായ ദൈവകൃപ, വിശ്വാസ ജീവിതത്തിന് ആവശ്യമായ ദൈവിക നടത്തിപ്പ് തിരുവചനത്തിലൂടെ നമുക്ക് നൽകി തരേണ്ടതിനും നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ശോധന കഴിക്കേണ്ടതിനുമൊക്കെ തിരുവഴുത്തുകൾ നമ്മൾക്ക് നൽകി തരുമ്പോൾ അത് അനുഗ്രഹത്തിന് വേണ്ടി ദൈവം കൽപ്പിക്കുന്നതാകൊണ്ട് പല തിരുവഴുത്തുകളും നമുക്ക് ഗ്രഹിക്കുവാൻ, അത് ഹൃദയസ്ഥമാക്കുവാൻ നമ്മുടെ ബുദ്ധി കൊണ്ട് സാധിക്കുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചന സത്യങ്ങൾ നമ്മെ ഗ്രഹിപ്പിച്ച് നമുക്ക് ആവശ്യമായ ആലോചനകൾ അതിലൂടെ അറിയിച്ചു തരുമ്പോൾ ക്രൂശമരണത്തിലൂടെ ക്രിസ്തുയേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു തന്നുവെന്നും ഇന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുവെന്നും നാം തിരുവഴുത്തിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നാം ചിന്തിക്കുന്നത് പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യമാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിൽ അതിന്റെ ആത്മീക ആഴങ്ങളിലേക്ക് പോകുവാൻ ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. നമുക്ക് കർത്താവിന് നന്ദി കരയേറ്റാം. ഈ രാത്രികാലവും നമുക്ക് ഏറെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് തിരുവഴുത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിപ്പിച്ചു തന്നെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാനും അത് ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാനും കഴിയുകയുള്ളൂ. ആകയാൽ ദൈവസന്നിധിയിൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഈ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനു വേണ്ടി ഒരു വാക്യം വായിക്കാം. നാം തുടർമാനമായി പഠിക്കുന്ന ദൈവവചനമാണല്ലോ. അത് ഇപ്രകാരം 1 പത്രോസ് 3-ാം അധ്യായം 22-ാം വാക്യമാണ്. അതിപ്രകാരമാണ്: അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. നമുക്ക് തലവണക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും വാഴ്ചകളും എല്ലാം അവന് കീഴ്പ്പെട്ടും ഇരിക്കുന്നു. ഈ രാത്രി കർത്താവ് നമ്മുടെ ബുദ്ധിയെ ഒന്ന് തുറന്നു തരേണ്ടതിന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ തെരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപ ഒന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ദയ ഒന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ദയ ഒന്നു മാത്രം യേശുവേ. എന്നെ തെരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപ ഒന്നു മാത്രം യേശുവേ. അങ്ങേ സ്നേഹിക്കുവാൻ, അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. അങ്ങേ സ്നേഹിക്കുവാൻ, അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപയാൽ, കൃപ ഒന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയാൽ, കൃപ ഒന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപ ഒന്നു മാത്രം യേശുവേ.
ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപ ഒന്നു മാത്രം യേശുവേ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായ ദൈവമേ, അവിടുന്ന് ആൽഫയും ഒമേഗയും ആകൊണ്ട് സ്തോത്രം. ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ ഞങ്ങളെ തിരഞ്ഞെടുത്തവൻ, സമയാസമയങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തെ സന്ദർശിച്ച് ഞങ്ങളായിരുന്ന വ്യർത്ഥപിതൃ പാരമ്പര്യത്തിന്റെയും അന്യാരാധനയുടെയും ബന്ധനങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ സ്വതന്ത്രരാക്കി നിന്റെ മക്കളും അവകാശികളുമാക്കി വാഗ്ദത്തങ്ങളോടെ നടത്തുന്നത് ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ പ്രാണനെ രക്ഷിച്ചവൻ ഞങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ വലതു ഭാഗത്ത് ജാഗരിക്കുകയും തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ വീണ്ടും വരുന്നവനും ആകൊണ്ട് സ്തോത്രം കരയേറ്റുന്നു. ഭൂമുഖത്ത് രാത്രികാലം കർത്താവേ, നിന്റെ പാദപീഠങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ആഗ്രഹത്തോടെ ഞങ്ങൾ അടുത്തു വരുമ്പോൾ ദൈവാത്മാവ് ഞങ്ങളുടെ ബുദ്ധിയെ ഒന്ന് പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ നല്ല ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ ഒരു മാനസിക അനുഭവം ഞങ്ങൾക്കുണ്ടാകുവാൻ, ഒരു ആത്മീക വിടുതൽ ജീവിതത്തിൽ അനുഭവിക്കുവാൻ, ഞങ്ങളുടെ തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് മാറുവാൻ, ഞങ്ങളുടെ മാനുഷിക കണക്കൂട്ടലുകളൊക്കെ ഒന്ന് മാറി ദൈവത്തിന്റെ ആലോചന വെളിപ്പെട്ടു വരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ഏകാഗ്രതയോടെ ദൈവസന്നിധി ഞങ്ങളെ ഇരുത്തണമേ. ലിങ്ക് ചെയ്യപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം കരയേറ്റുന്നു. ഇനിയും ലിങ്ക് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും വേഗത്തിൽ കൂട്ടി വരുത്തി ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷിപ്പാൻ, ദൈവകൃപ അനുഭവിപ്പാൻ ഇടയാക്കണം കർത്താവേ. അങ്ങയുടെ ജനത്തെ ശുശ്രൂഷിപ്പാൻ ആവശ്യമായ ദൈവിക പരിജ്ഞാനവും ഏറിയ ദൈവകൃപയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അധികാരത്തോടെ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ ഈ രാത്രി കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ബലം വ്യാപരിച്ചു കൊണ്ടിരിക്കണം. ഹൃദയത്തെയും നാവിനെയും കർത്താവ് അഭിഷേകം ചെയ്ത് യോഗ്യമായ ദൈവത്തിന്റെ വചനം പ്രാഗൽഭ്യത്തോടും അധികാരത്തോടും പ്രസ്താവിപ്പാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കും. യേശു ക്രിസ്തുവിന് അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം ചിന്തിക്കുന്നത് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 22-ാം വാക്യമാണ്. അവിടെ ഇപ്രകാരം നാം കാണുന്നു: കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറിപ്പോയി ദൈവത്തിന്റെ വലത് ഭാഗത്തിരുന്ന് പക്ഷവാതം കഴിക്കുന്നു. അതോടൊപ്പം ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടു മരിക്കുന്നു. ദൈവത്തിന്റെ ജനം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട്. ദൂതന്മാരും വാഴ്ചകളും അധികാരങ്ങളും ദൈവത്തിന് ഓൾറെഡി കീഴ്പ്പെട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ജഡത്തിൽ യേശുക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി വെളിപ്പെട്ടു വന്നപ്പോൾ ഇതൊന്നും കീഴ്പ്പെട്ടതല്ല. ഇതിനെ ക്രിസ്തുയേശു തന്റെ ജീവിതം കൊണ്ട് കീഴ്പ്പെടുത്താൻ ഇടയായി തീർന്നു. അതിനൊരു വലിയ മർമ്മമുണ്ട്. യേശുക്രിസ്തു അപ്രകാരം കീഴ്പ്പെടുത്തിയത് കൊണ്ട്, ജഡത്തിൽ ജീവിച്ച് പിശാചിന്റെ മേൽ യേശുക്രിസ്തു ജയമെടുത്തത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും, അതുവരെ മാനവരാശിയിൽ ആർക്കും പിശാചിന്റെ മേൽ 100% ജയമെടുക്കാൻ കഴിയാതിരിക്കുന്ന സ്ഥാനത്ത് മനുഷ്യനായി യേശുക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്ന് ആദാമ്യ സന്തതിക്ക് വേണ്ടി പിശാചിനോട് ജയിച്ചത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും പിശാചിന്റെ മേൽ ജയമെടുക്കുവാൻ സാധിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ ജഡത്തിലെ ഈ ലോകത്തിലെ വരവ് വരെ ഇത് സാധ്യമാകുമായിരുന്നില്ല മനുഷ്യനെ സംബന്ധിച്ച്. എന്നാൽ ക്രിസ്തുയേശു തന്റെ ജീവിതത്തിലൂടെ ആമേൻ അധികാരങ്ങളും വാഴ്ചകളും എന്ന് പറയുന്നതിനെ, അതിൽ വിശേഷാൽ പിശാചുമായിട്ടുള്ള ബന്ധത്തിൽ അതിനെയൊക്കെ കീഴ്പ്പെടുത്താൻ ഇടയായി തീർന്നു. ഇത് സ്വയം കീഴ്പ്പെട്ടതല്ല, യേശു അതിനെ കീഴ്പ്പെടുത്താൻ ഇടയായി തീർന്നു. അതിന്റെ 2 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഇന്ന് സാധാരണ വായിക്കുന്ന പ്രിയപ്പെട്ടവർ രണ്ടുപേരും ലിങ്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന പ്രിയപ്പെട്ടവർ എടുത്ത് വായിച്ചാൽ അത് എനിക്ക് കുറച്ചുകൂടെ ഉപകാരമായിരിക്കും. കൊലോസ്യ ലേഖനത്തിന്റെ 2-ാം അധ്യായം 15-ാം വാക്യം. ആമേൻ. സ്തോത്രം. ആരെങ്കിലും ഒന്ന് വായിച്ചോട്ടെ. കൊളോഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 15. അതിപ്രകാരം വായിക്കുന്നു: വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യമായ കാഴ്ചയാക്കി. യേശുക്രിസ്തുവിലൂടെ നിവൃത്തിയായ ഒരു ശുശ്രൂഷയാണ് അവിടെ കാണുന്നത്. ആമേൻ. മനുഷ്യർക്ക് കീഴ്പ്പെടാതിരുന്ന കാര്യങ്ങളെ യേശുക്രിസ്തു മനുഷ്യനായി ആദാമ്യ സന്തതിക്ക് വേണ്ടി കടന്നു വന്ന് ആമേൻ സ്തോത്രം ആയുധവർഗം വെപ്പിച്ച് അവയെ പരസ്യമായ കാഴ്ചയാക്കി തീർത്തു എന്ന് പറഞ്ഞാൽ അതിനെ തോൽപ്പിച്ച് അതിന്റെ മേൽ ജയമെടുക്കാനിടയായി.
ഒരു മനുഷ്യനും സാധ്യമാകാതിരുന്ന കാര്യമാണ് യേശുക്രിസ്തു ജഡത്തിൽ ആമേൻ സ്തോത്രം വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിക്കാൻ ഇടയായതിലൂടെ എനിക്കും നിങ്ങൾക്കും ജയമുണ്ടെന്നുള്ള ഒരു ഡിക്ലറേഷനാണ് അവിടെ വെളിപ്പെടുന്നത്. കാരണം ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ തന്നെ എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്ന് ജഡത്തിൽ നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്തിനോടാണ് പോരാട്ടമുള്ളത്? ആമേൻ സ്തോത്രം. യേശു അതിന്റെ മേൽ ജയമെടുത്തു. എന്നാൽ മനുഷ്യരായ നമുക്ക് ഈ യേശുക്രിസ്തു ജഡത്തിൽ മനുഷ്യനായി വന്ന് ജയമെടുത്തതുപോലെ തന്നെ ഞാനും നിങ്ങളും ജയമെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ സ്തോത്രം. ഒരു ജയമെടുക്കണമെങ്കിൽ അവിടെ ഒരു പോരാട്ടം ഉണ്ടാകണം. അവിടെ ഒരു ഫൈറ്റ് നടന്നെങ്കിൽ മാത്രമേ, ഒരു ചെറുത്തുനിൽപ്പ് അവിടെ ഉണ്ടായെങ്കിൽ മാത്രമേ അതിന്റെ മേൽ ജയമെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇത് വ്യക്തമാക്കുന്നു. നമുക്ക് പോരാട്ടമുള്ളത് ആരോടാണ്? ആ പോരാട്ടം ആരോടാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ പോരാട്ടം ജയത്തിനു വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതാണെന്നും യേശു ഓൾറെഡി ജയമെടുത്തിരിക്കുന്നത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ ആമേൻ ആത്മാവിന്റെ ശക്തി കൊണ്ടും കർത്താവ് തന്ന അധികാരം കൊണ്ടും ഇതിന്റെ മേലൊക്കെ ജയമെടുക്കാൻ നമുക്ക് സാധിക്കും. വായിച്ചോട്ടെ 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, യേശുക്രിസ്തുവിന് ഓൾറെഡി ഇതെല്ലാം കീഴ്പ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, കീഴ്പ്പെട്ടു എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഇത് ഓൾറെഡി പണ്ടേ കീഴ്പ്പെട്ടായിരിക്കുന്നു. ദൈവത്തിന് കീഴ്പ്പെടാത്തതായി ഒന്നുമില്ല. എന്നാൽ യേശുക്രിസ്തുവിനെ കീഴ്പ്പെട്ടു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു മനുഷ്യനായി വെളിപ്പെട്ട് അതിനെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. കീഴ്പ്പെടാതെ നിന്നതിനെ യേശു തന്റെ ജീവിതത്തിലൂടെ കീഴ്പ്പെടുത്തി. അതിലൂടെ നമുക്കൊരു സന്ദേശം തരികയാണ്. ജഡത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇതിനെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കും. ഇതാണ് നമുക്ക് തരുന്ന ഒരു അഷ്വറൻസ്. അല്ലാതെ പിശാചിനെ നാം പേടിച്ച് നടക്കാനല്ല ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്. പോരാട്ടമുണ്ടെന്നുള്ളത് ദൈവം വെച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അതിനെ ഒരു ലീനിയന്റ് ആയിട്ട് എടുക്കരുതെന്നുള്ള അർത്ഥത്തിലാണ് ഈ എഴുതിയിരിക്കുന്ന പോരാട്ടത്തെ കുറിച്ച്. നിസ്സാരമായി കാണരുത്. ഒരു ഫൈറ്റ് ഉണ്ട്. ഫൈറ്റ് ഉണ്ടെങ്കിൽ അതിൽ ജയവുമുണ്ട്. പരാജയത്തിന് വേണ്ടിയല്ല ദൈവം എന്നെയും നിങ്ങളെയും ഒരു പോരാട്ട കളരിയിൽ നിർത്തിയിരിക്കുന്നത്. ഒരു യുദ്ധഭൂമിയിലേക്ക് എന്നെയും നിങ്ങളെയും ദൈവം ഇറക്കുന്നത് ആയുധവർഗം ധരിപ്പിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് എഫേസ്യർക്ക് ലേഖനം പറയുന്നത്, കർത്താവിലെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ, ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ സർവായുധവർഗം ധരിച്ചുകൊണ്ട് നമ്മെ ഒരു പോരാട്ട കളരിയിൽ ദൈവം നിർത്തിയിരിക്കുന്നത് പരാജയത്തിന് വേണ്ടിയല്ല. യേശുക്രിസ്തു ക്രൂശിൽ ഓൾറെഡി ജയമെടുത്തത് കൊണ്ട് നമുക്കൊരു അഷ്വറൻസ് തന്നിരിക്കുന്നു. മനുഷ്യരായ നിങ്ങൾക്ക് ശത്രുവിന്റെ ആമേൻ സ്തോത്രം മേൽ നമുക്ക് ജയമെടുക്കാൻ സാധിക്കും. അതാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ പിശാച് വളരെ കണ്ണിങ് ആണ്. ഇവിടെ ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. പിശാച് പലപ്പോഴും അവന്റെ ആ തനി സ്വരൂപം വെളിപ്പെടുത്താതെ അവൻ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് ഒരു ട്രിക്കി, അവന്റെ ആ മെത്തേഡിനെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതാണ് ആദ്യമായിട്ട് നമ്മൾ ചിന്തിച്ചത്. നമുക്ക് അധികാരം ദൈവം തന്നിട്ടുണ്ട്, അതിനെ കീഴ്പ്പെടുത്താൻ നമുക്ക് സാധിക്കുമെന്ന അഷ്വറൻസും ഉണ്ടെങ്കിൽ പോലും ഇവൻ വളരെ ഒരു പ്രത്യേക രീതിയിലാണ് ഇവന്റെ പ്രവർത്തനം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഇവന്റെ തന്ത്രങ്ങളെ ഞങ്ങൾ അറിയാത്തവരല്ലല്ലോ. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അവൻ തോൽപ്പിക്കുന്നത് ഒരു ഗറില്ല രീതിയിലാണ്. മറഞ്ഞിരുന്നു കൊണ്ട് ഡയറക്റ്റ് വന്ന് ഫൈറ്റിന് നിൽക്കാൻ പലപ്പോഴും അവൻ നോക്കുന്നില്ല. അവൻ ഇൻഡയറക്ട്ലി ആണ്. അതുകൊണ്ടാണ് നല്ല ഇടയൻ നേരെ വാതിലിലൂടെ കടന്നു വരുന്നു, കള്ളൻ വാതിലല്ലാത്ത ഇടത്തൂടെ കടന്നു വരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പിശാചിനെ പിൻ പോയിന്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ശത്രുവിന്റെ ട്രിക്ക് എന്ന് പറയുന്നത് ഡയറക്റ്റ് അറ്റാക്ക് അല്ല, അവൻ ഇൻഡയറക്ട്ലി. അതായത് അതാണ് ഒന്നാമത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. ആമേൻ സ്തോത്രം. ഇതൊക്കെ ചിന്തിപ്പിക്കുന്നതിന്റെ അർത്ഥം നാം ദൈവത്തിന് പൂർണ്ണമായും ദൈവത്തിൻ്റെതായി തീരുക എന്നുള്ള അർത്ഥത്തിലാണ്. ദൈവമക്കളെ, നമുക്ക് സാത്താന്റെ മേൽ ജയമെടുത്ത് ഒരു വിക്ടോറിയസ് ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് കംപ്ലീറ്റ്ലി അവന്റെ കർത്തൃത്വത്തിന്റെ കീഴിലായി തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് ജയമെടുക്കാൻ സാധിക്കൂ. അതിന് നമ്മുടെ കർത്താവായ യേശു തന്നെയാണ് ഒന്നാമത്തെ തെളിവ്. അവൻ എപ്പോഴും പിതാവിന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് പിതാവ് അവനിൽ വസിച്ചുകൊണ്ട് പിതാവിന്റെ പ്രവൃത്തി ചെയ്യാനിടയായി.
ഇതേപോലെ ക്രിസ്തുവേശുവിന്റെ സ്നേഹത്തിൽ വസിച്ച് അവന്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ട് ആമേൻ ദൈവവചനത്തിൽ നിലനിന്നുകൊണ്ട് നമുക്ക് ശത്രുവിന്റെ മേൽ ജയമെടുക്കുവാൻ സാധിക്കും. അപ്പോൾ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ എന്ന് പറയുമ്പോൾ ആമേൻ സ്തോത്രം, വിശ്വാസിയെ സംബന്ധിച്ച് പിശാചിന്റെ താല്പര്യം ദൈവത്തെ വിശ്വസിക്കുന്നതിലൊന്നും പിശാചിന് വലിയ കുഴപ്പമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചല്ലോ ഫറവോന്റെ ട്രിക്കുകൾ. നിങ്ങൾ ആരാധിക്കാൻ പൊക്കോ, കുഴപ്പമില്ല, പക്ഷെ എന്നെ കൂടെ ഒന്ന് കൺസിഡർ ചെയ്തേക്കണം. അവൻ ഈ രീതിയിലാണ് അവന്റെ പ്രത്യേകത എന്താണ്? പൂർണ്ണതയുള്ള ദൈവത്തിങ്കിലേക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കാതിരിക്കുക. ഇന്നും ക്രിസ്തീയ ജീവിതത്തിൽ സാമുദായിക കൂട്ടങ്ങളിലല്ല യേശു ഉണ്ടോ? ഉണ്ട്. ബൈബിൾ ഉണ്ടോ? ഉണ്ട്. എന്നാൽ മറ്റു പലതും എന്റെ കൂട്ടത്തിലും ഉണ്ട്. പിശാചിന് യേശു അവിടെ ഉള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, രക്ഷ അവിടെ ഉള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവന് നന്നായിട്ടറിയാം പൂർണ്ണത എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. പൂർണ്ണനായ ദൈവം പൂർണ്ണതയില്ലാതെ ഒന്നും. ഇന്ന് രാത്രി നമ്മൾ ആ വചനത്തെ കൊണ്ടൊന്ന് കടന്നു പോവുകയാണ്. ദൈവം ഒരു വിശ്വാസിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അനുസരണമാണെങ്കിൽ അത് പൂർണ്ണമായിരിക്കണം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഈ വാഴ്ചകളെയും അധികാരങ്ങളെയും എനിക്കും നിങ്ങൾക്കും കീഴ്പ്പെടുത്താൻ സാധിക്കുള്ളൂ. യേശു പൂർണ്ണമായി പിതാവിനെ അനുസരിച്ചു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി പിതാവിന് കീഴ്പ്പെട്ട് നിന്നുകൊണ്ട് പുത്രൻ ശത്രുവിന്റെ മേൽ ജയമെടുത്തെങ്കിൽ പുത്രന്മാരാക്കി തീർത്ത നമുക്കും അതേ മെത്തേഡിലൂടെ മാത്രമേ പിശാചിന്റെ മേൽ ജയമെടുക്കാൻ സാധിക്കൂ. വെറുതെ നമ്മൾ ചാടി പിശാചിനെ ഫലിച്ചത് കൊണ്ട് പിശാച് പോകുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, ശാസിക്കാഞ്ഞിട്ടല്ല, അവിടെ അധികാരമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ആ ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടണമെങ്കിൽ, പിശാചിന്റെ മേൽ നമുക്ക് അതോറിറ്റി ലഭിക്കണമെങ്കിൽ ദൈവത്തിന് പൂർണ്ണമായും വിധേയപ്പെട്ട് ദൈവത്തിന്റെ വചനങ്ങൾക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ട് അവന്റെ ആലോചന പ്രകാരം മുന്നോട്ട് പോകണം. കർത്താവ് പറഞ്ഞ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 6:24 എന്ന് വായിച്ചാട്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യം. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പഴിച്ചു മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന്. അത് അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം നോക്കുക. 2 യജമാനനെ, ഇപ്പൊ മനുഷ്യന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് കർത്താവ് ഈ വാക്യം പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ദൈവം എന്ന യജമാനന് പൂർണ്ണമായും കൺട്രോൾഡ് ആകണമെന്നായി പറയുന്നു. കാരണം വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഈ ആകുലതകളും ഭാരങ്ങളും പ്രയാസങ്ങളും ഇതെല്ലാം നമ്മൾ 90% നമ്മൾ വരുത്തി വെക്കുന്നത്. എന്തുകൊണ്ടാണ്? ദൈവത്തിൽ നമുക്ക് 100% കോൺഫിഡൻസ് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് 2 യജമാനനെ സേവിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കർത്താവ് നമുക്ക് യജമാനനാണെങ്കിൽ ആ യജമാനന് കീഴ്പ്പെട്ട് അവന്റെ ദാസരായി നാം തീർന്നു കഴിഞ്ഞാൽ അവൻ ദാസരുടെ കാര്യം നോക്കേണ്ട ഉത്തരവാദിത്വം യജമാനന്റെയാണ്. ഇതാണ് കർത്താവ് പറഞ്ഞുകൊണ്ട് വരുന്നത്. താഴോട്ട് ഈ 6-ാം അധ്യായം താഴോട്ട് വായിച്ചാൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, ആകുലതകൾ, ചിന്ത, ഇതെല്ലാം അതിനോട് ചേർന്നാണ് കർത്താവ് ചിന്തിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഡൗട്ടും ഈ വിശ്വസിക്കുന്ന ദൈവം എന്നെ കൈവിടുമോ, എന്നെ തള്ളിക്കളയും, ഇവയൊക്കെ ചിന്തകൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് വരുന്നു? നിങ്ങൾ 2 യജമാനനെ ഒരുമിച്ച് സേവിക്കാൻ നോക്കരുത്. എന്ന് പറഞ്ഞാൽ ദൈവം എന്ന യജമാനനുള്ളവരായി മാറുവിൻ. ആമേൻ സ്തോത്രം. ആ യജമാനത്വത്തിന് 100% വിധേയപ്പെടുവിൻ. പലപ്പോഴും മനുഷ്യർ പറയുന്നവരാണ് താൻ പാതി ദൈവം പാതി. അങ്ങനൊരു ബൈബിൾ വചനമില്ല. താൻ പാതി ദൈവം പാതി എന്നൊരു വ്യവസ്ഥയില്ല. 100% ദൈവത്തിന് പൂർണ്ണ ഹൃദയത്തോടെ ഞാനും നിങ്ങളും വിധേയപ്പെട്ടിരിക്കണം. ഇത് പഴയ നിയമത്തിലും പ്രവാചകനായ ഏലിയ പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കുക. 1 രാജാക്കന്മാരുടെ പുസ്തകം 18:21 വായിച്ചിട്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18:21. അപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വജനത്തോടും, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പിൻ എന്ന് പറഞ്ഞു. ഇത് പറയാൻ ഒരു കാര്യം ഇതാണ്. പേരുകൊണ്ട് അവർ യഹോവയുടെ ജനമാണ്. ഇതെല്ലാം നടക്കുന്നുണ്ട്, ആരാധന ഒരു ഭാഗത്തും നടക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ബാലിനെയും സേവിക്കുന്നുണ്ട്. ഈ പൂർണ്ണമായ ഒരു ദൈവിക നിയന്ത്രണത്തിലേക്ക് അവരുടെ ജീവിതമായി തീർന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ഒന്നുകിൽ ദൈവത്തോടു കൂടെ അല്ലെ പിശാചിന്റെ കൂടെ ആയിരിക്കണം. 2ന്റെ ഇടയിൽ
കുറച്ച് ദൈവവും കുറച്ച് പിശാചും ഇതെല്ലാമായിട്ട് ചേർന്ന് പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് വിക്ടറി എടുക്കാൻ കഴിയാത്തത്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മൾ യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലായി പരിപൂർണ ഹൃദയത്തോടെ കർത്താവിനെ അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കീഴ്പ്പെടാത്തതായി പിന്നെ ഒരു വിഷയം ഇവിടെ ഉണ്ടാകത്തില്ല നമുക്ക്. കാരണം യേശുക്രിസ്തുവിന് കീഴ്പ്പെട്ടുവെങ്കിൽ അവൻ മുന്നോട്ട് അവന്റെ പാത പിൻപറ്റുന്ന എനിക്കും നിങ്ങൾക്കും ഇതൊക്കെ കീഴ്പ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ ഒന്നാമനാക്കി ആരെ മുന്നിൽ നിർത്തിയത്? വിശ്വാസത്തിന്റെ നായകനായിട്ട് യേശുക്രിസ്തുവിനെ മുന്നിൽ നിർത്തി ഞാനും നിങ്ങളും അവനെ പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണ്. യേശു മാനവരാശിയുടെ പാപം ചുമന്ന് ക്രൂശും വഹിച്ച് മുന്നോട്ട് പോയെങ്കിൽ ഞാനും നിങ്ങളും ദൈവം നമുക്ക് തന്ന ക്രൂശുമായി യേശുവിനെ അനുഗമിച്ച് മുമ്പോട്ട് പോവുകയാണ്. അതൊരു പരാജയത്തിന്റെ വഴിയല്ല. ക്രൂശിന്റെ പാത എന്ന് പറയുന്നത് കഷ്ടപ്പാടുണ്ട്, വേദനയുണ്ട്, ദുഃഖമുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നാൽ അതിന്റെ ഇടയിൽ ആമേൻ സ്തോത്രം, അതൊരു തോൽവിയുടെ ജീവിതമല്ല, അത് വിക്ടറിയിലേക്കുള്ള ദൈവത്തിന്റെ പാതയാണെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവത്തോടുള്ള ബന്ധത്തിൽ എല്ലാം പൂർണ്ണതയുള്ള, കാരണം പിശാച് ഒരു കാര്യം അറിയും, നമ്മളെക്കാൾ പിശാചിന് ഈ കാര്യം അറിയാം. ഒരു വിശ്വാസി പൂർണ്ണമായിട്ടും ദൈവത്തിന് വിധേയപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ കൺട്രോള് ആ വിശ്വാസിയുടെ ജീവിതത്തിൽ തീർന്നു. അതുകൊണ്ട് പിശാച് എപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്, എവിടെങ്കിലും ഒക്കെ ഒരു പിടി, എവിടെങ്കിലും ഒരു എൻട്രി അവൻ എപ്പോഴും ഉണ്ടാകേണ്ടതായ രീതിയിൽ അവനൊരു ക്രമീകരണങ്ങൾ പലപ്പോഴും ചെയ്യും. ദൈവത്തോടുള്ള ബന്ധത്തിലെല്ലാം പൂർണ്ണതയുള്ളതായിരിക്കണം. ഇത് കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. കൽപ്പനയോടുള്ള ബന്ധത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 28 വരെ ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരോ, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അവൻ അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് ഈ പറഞ്ഞു. വാക്യത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ച് അവിടെ എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നു നോക്കിയേ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ. ആമേൻ. അവിടെ ആ പൂർണ്ണത എന്ന് പറയുന്നത് ദൈവം ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പാർഷ്യൽ അല്ല. കുറച്ചൊക്കെ നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ പോകണം, ഈ അർത്ഥത്തിലല്ല. പലരുടെയും ക്രിസ്തീയ ജീവിതത്തിന്റെ പരാജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ഇതാണ്. പൂർണ്ണതയുള്ള ദൈവത്തെ പൂർണ്ണതയിൽ സേവിക്കണം. അനുസരണമാണെങ്കിൽ പൂർണ്ണമായിരിക്കണം. ആമേൻ സ്തോത്രം. ദൈവത്തിന് കൊടുക്കുന്നതിലാണെങ്കിൽ പൂർണ്ണത ഉണ്ടായിരിക്കണം. ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും പൂർണ്ണതയുള്ള ദൈവം, ഒരു യാഗം അർപ്പിക്കാൻ, ഒരു സ്തോത്രം ചെയ്യുമ്പോൾ, ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്തെല്ലാം ഒരു ഫുൾനെസ് ഉണ്ടായിരിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ നാം ദൈവത്തെ ആരാധിക്കുമ്പം ഒരു വേഗമായിട്ട് നിന്നല്ല ആരാധിക്കുന്നു. നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ വിട്ടുകൊടുത്ത് ആരാധിക്കുക എന്ന് പറയുമ്പോൾ ദൈവം ഇതെല്ലാം അറിയുന്നുണ്ട്, നമ്മുടെ ആരാധനയുടെ ആ അവസ്ഥ എന്താണെന്ന്. ഹാബേലിന്റെ യാഗത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ഉത്തമമായി യാഗം കഴിച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കിട്ടിയത് എടുത്തോണ്ടങ്ങ് പോവായിരുന്നില്ല, എങ്ങനെയെങ്കിലും ഒപ്പിക്കുകയായിരുന്നില്ല. ഏതായാലും ആരാധിച്ചാൽ മതിയല്ലോ, എങ്ങനെയാലും അങ്ങനല്ല. ഒരു പ്രിസൈസ് ആയിരിക്കണം, അതിനകത്തൊരു എന്തൂസിയാസം ഉണ്ടായിരിക്കണം, അതിന്റെ പിന്നിൽ ഒരു ദൈവസ്നേഹത്തിന്റെ കമ്പൽഷൻ ഉണ്ടായിരിക്കണം. ഇതെല്ലാം ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ അഭ്യാസ പ്രകടനം കാണിച്ച് നേരെ പിശാചിന് മുമ്പിൽ പോയി നിന്ന് പരാജിതനാകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നാം ജീവനുള്ള ദൈവത്തെ സേവിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അനുസരിച്ച് അവൻ ഉള്ളവരായി ജീവിച്ച് സാത്താന്റെ മേൽ വിക്ടോറിയസ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമുക്കത് അസാധ്യമായിരുന്നു ഇന്നലകളിൽ എന്ന് പറഞ്ഞാൽ, യേശു ക്രൂശിൽ മരിക്കുന്നത് വരെ മനുഷ്യനെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ശത്രുവിനെ ആയുധവർഗം വെപ്പിച്ചു, വാഴ്ചകളെയും അധികാരങ്ങളുടെയും മേൽ ജയമെടുത്തു എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യനായി കടന്നു വന്നാണ് യേശു ജയമെടുത്തിരിക്കുന്നത്. ആർക്ക് വേണ്ടി? യേശുവിന് വേണ്ടി ആയിരുന്നില്ല, എനിക്കും നിങ്ങൾക്കും വേണ്ടി. അതാണ് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ്. യേശു ക്രൂശിൽ ഫൈറ്റ് ചെയ്തു എന്ന് പറയുന്നതും ആയുധവർഗം വെപ്പിച്ചു എന്ന് പറയുന്നതും നോട്ട് ഫോർ ഹിം, അവന് വേണ്ടി ആയിരുന്നില്ല.
അവൻ എനിക്കും നിങ്ങൾക്കും അസാധ്യമായ കാര്യത്തെ ക്രിസ്തുവേശു സാധ്യമാക്കി തരേണ്ടതിന് മക്കളെ ഇനി നിങ്ങൾ പരാജിതരായി പോകേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ച് പിതാവിനെ അനുസരിച്ച് സാത്താന്റെ മേൽ ജയമെടുത്ത് മുന്നേറിയതുപോലെ നിങ്ങൾക്കും ഭൂമിയിൽ ക്രിസ്തുവേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ സാത്താന്റെ മേൽ ജയമെടുത്ത് മുന്നേറാൻ കഴിയുമെന്നുള്ള വലിയൊരു അഷ്വറൻസാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം. അല്ലാതെ ഒരു പാർഷ്യൽ ഇഫക്റ്റ്, നമ്മുടെ ഭക്തി ഒരു പൂർണ്ണതയുള്ള ഭക്തിയായിരിക്കണം. ദൈവത്തെ സേവിക്കുന്നതിൽ പൂർണ്ണത ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അവൻ സർദീസിലെ സഭയ്ക്ക് കത്തെഴുതുന്ന സമയത്ത് ഒരു കാര്യം പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. സർദീസിലെ സഭയ്ക്ക് കത്തെഴുതുന്ന സമയത്ത് റെവലേഷൻ, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നാട്ട് 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഇവിടെ എടുത്ത് പിൻ പോയിന്റ് ചെയ്യുന്ന ഒരു കാര്യം കണ്ടോ? നിനക്ക് നീ ജീവനുള്ളവനെന്ന പേരുണ്ടെങ്കിലും നീ മരിച്ചവനാ. അത് പറയാനുള്ള കാര്യം എന്താണ്? ദൈവത്തെ സേവിക്കുന്നതിലുള്ള നിസ്സംഗത ഇവിടെ എടുത്ത് കാണിക്കുന്നു. ഒരു പൂർണ്ണതയില്ലായ്മയാ എന്ന് പറഞ്ഞാൽ ദൈവം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് അവരുടെ ഭക്തി എത്തുന്നില്ല, അവരുടെ സ്നേഹം എത്തുന്നില്ല, അവരുടെ മാനസാന്തരം എത്തുന്നില്ല. അത് കണ്ടിട്ടാ കർത്താവ് പറഞ്ഞേ, ഈവൻ ദോ നീ രക്ഷിക്കപ്പെട്ടവനാണ്, ഈവൻ ദോ നീ ദൈവകൃപ പ്രാപിച്ചവനാണ്, നീ സഭയോട് ചേർക്കപ്പെട്ടവനാണ്, പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. സഭയ്ക്ക് ആ ദൂതെഴുതുന്ന ലോകക്കാരനല്ല ഈ ദൂതെഴുതിയിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. വിശ്വാസ ജീവിതം സ്റ്റേബിൾ ആയിട്ട് പോകണമെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൽ കഷ്ടപ്പാട് വരും, വേദന വരും, രോഗം വരും, ബുദ്ധിമുട്ട് വരും. നാം അതെല്ലാം അതിജീവിക്കും. നമുക്ക് കീഴ്പ്പെടാത്തതായി ഒരു കാര്യവും വരത്തില്ല. സകലതും നമുക്ക് കീഴ്പ്പെടുത്തി തരാൻ ദൈവത്തിന്റെ വ്യാപാര ശക്തി നമ്മുടെ കൂടെ ഉണ്ട്. ഇതെല്ലാം ചില സമയത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട വരും. ഒരു ഫൈറ്റിന് ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ പോലും ജയമെടുക്കാനാണ്. ആ ഒരു കാഴ്ചപ്പാടിൽ ദൈവത്തിന് കീഴ്പ്പെട്ട് നാം മുമ്പോട്ട് പോയാൽ ഉറപ്പാണ് ജയം നമുക്ക് ദൈവം നൽകി തരിക തന്നെ ചെയ്യും. ഇപ്പൊ സർദീസിലെ സഭയ്ക്ക് ദൂതെഴുതുമ്പോ എന്താ പറയുന്നത്? നിനക്ക് ജീവനുള്ളവനെന്ന പേരുണ്ട് എന്ന് പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെട്ടവനാണ്, നിന്റെ പേര് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിലുണ്ട്, സ്വർഗത്തിൽ നിന്റെ പേരൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം അവൻ അനുഭവിച്ചതും അവൻ വിശ്വസിക്കുന്നതുമായ കാര്യം തന്നെ. എന്നാൽ ദൈവം നോക്കുമ്പോ എന്താ കാണുന്നേ? ആമേൻ, സ്തോത്രം. നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തിക്കൊന്നും എന്തില്ല? ഫുൾനെസ് ഇല്ല. ദൈവത്തെ സേവിക്കുന്നതിൽ ഒരു പൂർണ്ണതയില്ല. അത് ദൈവമാണ്. എന്നിട്ട് പറയും, തൊട്ടുകാടെ പറയുന്നത്, നീ മാനസാന്തരപ്പെടാനാ പറയുന്നത്. എന്ന് പറയാൻ റിപ്പന്റ് യുവർസെൽഫ്. എന്തുകൊണ്ട് ആ പൂർണ്ണത എന്നിൽ? അതാണ് കർത്താവ് തുടക്കത്തിൽ പറഞ്ഞേ, 2 യജമാനെയും കൊണ്ട് ഒരുമിച്ച് നടക്കാൻ സാധിക്കത്തില്ല. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അനുസരിച്ച് ഞാൻ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ മറ്റു പലതിനെയും നമ്മൾ വിട്ടൊഴിയേണ്ടതായി വരും. നാം കൊടുക്കുന്ന സമയം, ദൈവത്തിന് കൊടുക്കേണ്ട സമയം പൂർണ്ണമായും ദൈവത്തിന് കൊടുക്കണം. അതിനെ കട്ട് ഷോട്ട് ചെയ്തിട്ട് വേറെ കാര്യങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗം ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ കമ്മിറ്റ്മെന്റ് നാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയേ പറ്റൂ. ദൈവത്തിന് കൊടുക്കേണ്ട ആ സമയമാകട്ടെ, ദൈവത്തിന് കൊടുക്കേണ്ടതാകട്ടെ, ബഹുമാനമാകട്ടെ, ആരാധനയാകട്ടെ, ഇതെല്ലാം അതിന്റെ പൂർണ്ണതയിൽ നാം കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ അത് മറ്റെവിടേക്കോ ഇത് പോവുകയാണ്. അതിൽ ലോകത്തിന്റെ പിന്നാലെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരു യജമാനു വേണ്ടിയായിരിക്കും. യജമാൻ എന്ന് പറയാൻ പണത്തിന്റെ ഒരു പരക്കം പാച്ചിലിനിടയില്, അല്ലെങ്കിൽ ലോകം വെട്ടിപ്പിടിക്കാനുള്ള പരക്കം പാച്ചിലില് ദൈവത്തോടുള്ള ഭക്തിക്ക് കുറവ് വരരുത്. അധ്വാനിക്കരുതെന്നല്ല, ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തുകൊണ്ട് വേണം ഞാനും നിങ്ങളും കഠിനാധ്വാനം ചെയ്യേണ്ടത്. അധ്വാനിക്കാതെ ആരും ജീവിക്കാൻ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. പക്ഷെ കഠിനാധ്വാനം ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ദൈവത്തിന് ഡിസർവ് ചെയ്തിരിക്കുന്നതൊക്കെ ദൈവത്തിന് കൊടുത്തുകൊണ്ട് വേണം ഞാനും നിങ്ങളും മുന്നോട്ട് പോകുവാൻ. ആമേൻ. പൂർണ്ണമായും ദൈവത്തിന് വിധേയപ്പെടാത്തിടത്തോളം പിശാചിന് എവിടെയെങ്കിലും ഒക്കെ നമ്മുടെ മേൽ അവകാശം പറയാൻ ഇടയാകുന്നു. ദൈവം ഇട്ടിരിക്കുന്ന ഒരടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനത്തിൽ മേൽ ചേർത്ത് പണിയുന്ന കല്ലുകൾ യേശുവിന്റെ ജീവൻ പ്രാപിച്ചവരും കുറവുകളെ തീർത്ത കല്ലുകളുമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ഏത് കല്ലുകൾ വെച്ചാ ചേർത്ത് പണിയുന്നത്? യേശുക്രിസ്തുവാണ് മൂലക്കല്ല്. അവനാകുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിന്റെ മേൽ ജീവൻ പ്രാപിച്ച കല്ലുകൾ.
വെറും കാട്ടുകല്ല് കൊണ്ട് കർത്താവ് പണിയുന്നില്ല. അവനാണ് മൂലക്കല്ല്. അതിന്റെ മേൽ ചേർത്ത് പണിയുന്ന ഓരോ കല്ലുകളും ജീവൻ പ്രാപിച്ച കല്ലുകളായിരിക്കണം. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിലൂടെ ജീവൻ പ്രാപിച്ചവരെയാണ് സഭയോട് ചേർത്ത് കർത്താവ് കെട്ടിടമായിട്ട് പണിതുകൊണ്ട് പോകുന്നത്. ആമേൻ, സ്തോത്രം. അത് ആ കല്ലിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ ശലോമോൻ ആലയം പണിയുന്ന സമയത്ത് ഈ ഒരു മർമ്മം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ കല്ലുകൾ ആലയത്തിനകത്ത് ചെല്ലുന്നതിന് മുമ്പ് എവിടെ വെച്ച് തന്നെ ഇത് കറക്റ്റ് ചെയ്യണം? വെട്ടുകുഴിയിൽ വെച്ച് തന്നെ ഇതിന്റെ കുറവ് തീർക്കണം. ഒരു വാക്യം വായിച്ചോട്ട്. ആമേൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം വായിച്ചോ. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്തു ഇഷ്ടിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു. ദൈവമക്കളോട് ഇതൊരു മർമ്മമായി എഴുതിയിരിക്കുന്ന വാക്യം. പലപ്പോഴും ദൈവദാസന്മാർ ആരാധന വെളിപ്പെടാൻ തത്രപ്പെടുക. ഇതിന്റെ കാരണം എന്നാണെന്നറിയോ? ദൈവദാസന്മാര് തത്രപ്പെടുകയാണ് ഒരു ആരാധന ഒന്ന് വെളിപ്പെട്ടു വരാൻ. പക്ഷെ ഈ കല്ലുകൾ ആ വീടാകുന്ന വെട്ടുകുഴിയിൽ വെച്ച് തന്നെ എന്ത് ചെയ്തിട്ട് വേണം ആലയത്തിലോട്ട് വരാൻ? ഇത് ആലയത്തിൽ കിടന്നിട്ട് ചെത്തുകയാണ്. ഇതൊരു ദൈവവചന മർമ്മമാണ്. ആലയത്തിനകത്ത് വന്നിട്ടല്ല ചെത്തും വെടിപ്പാകലും നടക്കേണ്ടത്. ഇത് ഭവനമാകുന്ന വെട്ടുകുഴിയിൽ വെച്ച് തന്നെ ഞാൻ ഇന്ന് ആരാധിക്കാൻ പോവുകയാണ്. ആ ആരാധനയ്ക്ക് മുമ്പ് ദൈവസന്നിധിയിൽ അല്പസമയം ജീവിതത്തെ ശോധന ചെയ്ത്, ദൈവമക്കളെ, ഇതൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് കാണേണ്ട ചില കാര്യങ്ങളാണ്. ആരാധനയ്ക്ക് പോകുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ അല്പസമയം ശാന്തമായിരുന്ന് ഞാൻ ആരുമായിട്ടാണ് എൻകൗണ്ടർ ചെയ്യാൻ പോകുന്നത്, ആരെയാണ് ആരാധിക്കാൻ പോകുന്നത്, എന്റെ എറേഴ്സ് എന്തൊക്കെയാണ്, അത് ആലയത്തിനകത്ത് എന്ന് കഴിഞ്ഞൊരു മാനസാന്തരത്തിന്റെ ഒരു ഉപരിപ്ലവം അല്ല നടക്കേണ്ടത്. ഇതെവിടെ വെച്ചാൽ നടക്കണം? വെട്ടുകുഴിയിൽ വെച്ച് തന്നെ. ആ വെട്ടുകുഴി എന്ന് പറയുന്നത് നമ്മുടെ ഭവനത്തിൽ വെച്ച് തന്നെ തുടങ്ങണം. അവിടെ വെച്ച് കറക്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവദാസന്മാർക്ക് എന്ത് ചെയ്താൽ മതി? ആ കല്ല് എടുത്തു വെച്ച് അങ്ങ് പണിത് അങ്ങ് പോയേച്ചാൽ മതി. ഇപ്പൊ ദൈവദാസന്മാർ എന്താണ്? ഇട്ടുകൊണ്ട് എരപ്പിക്കുകയാണ്. ഈ ജനത്തെ ഒന്ന് ഉത്സാഹിപ്പിക്കാൻ അവർ വിടുന്ന പാട്, ഇതെല്ലാം തണുത്തുറഞ്ഞിരിക്കുക. ഇതിനെ ഒന്ന് ഈ പറഞ്ഞതുപോലെ ചൂട് പിടിപ്പിച്ച് ഈ ചൂട് വീട്ടിൽ നിന്ന് പിടിപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയും തത്രപ്പാടിന്റെ ആവശ്യമുണ്ടോ? ഞാനിത് പറയുന്നത് ഒരു ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അതിന്റെ ബുദ്ധിമുട്ട് എന്തെന്ന് മനസ്സിലാകുകയുള്ളൂ. പലപ്പോഴും ദൈവദാസന്മാർ തത്രപ്പെടേണ്ട ഒരാവശ്യമില്ല. ജനം നന്നായിട്ട് ഒരുങ്ങി വീട്ടിൽ വെച്ച് തന്നെ ജീവിതത്തെ ശോധന ചെയ്ത്, ഞാനൊരു ജീവനുള്ള കല്ലാണ്, ഞാൻ ദൈവത്തിനു വേണ്ടി ജീവൻ പ്രാപിച്ചവനാണ്, ഞാൻ ആരാധിക്കാനാണ് ദൈവസന്നിധിയിൽ പോകുന്നത്, ദൈവശബ്ദം കേൾക്കാനാണ് പോകുന്നത്. ഈ ഒരു ഒരുക്കത്തോടെ തന്നെ ഒരുക്കി ആലയത്തിൽ വന്നിട്ട് ദൈവദാസന്മാര് പിടിച്ചിട്ട് ഒരുക്കാൻ നിൽക്കണ്ട. രക്ഷിക്കപ്പെട്ട ദൈവത്തിന് നമുക്കോട് പറയട്ടെ, കുറവ് തീർത്ത കല്ലുകൊണ്ടാണ് ആലയം പണിയുന്നത്. ആ കുറവ് വെട്ടുകുഴിയാകുന്ന വീട്ടിൽ വെച്ച് തന്നെ ആലയത്തിനകത്ത് വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ അഭ്യാസം കാണിക്കാനല്ല, മറിച്ച് ഒരുക്കപ്പെട്ട, ആമേൻ സ്തോത്രം, ഒരുക്കപ്പെട്ട ജീവിതങ്ങൾ. ആമേൻ. ഉണങ്ങിയ വിറകാണെങ്കിൽ ഇപ്പൊ ഈ നമുക്ക് തീ അങ്ങോട്ട് ഇട്ടാ ഉടനെ ഇതെന്ത് ചെയ്യും? ദൈവത്തിന് വേണ്ടി കത്താൻ നാമാകുന്ന വിറക് ഉണങ്ങി വേണം അങ്ങോട്ട് ചെല്ലാൻ. അല്ലാതെ പച്ചയായിട്ട് അങ്ങോട്ട് ചെന്ന് ദൈവദാസന്മാർ ആദ്യം കുറച്ച് തീക്കകത്തിട്ട് ഇതിനെ ഒന്ന് വരട്ടിയെടുത്ത് വാട്ടിയെടുത്ത് പിന്നെ ഇതിಗೆ പതുക്കെ പൊട്ടി കത്തി അവസാനം കുറച്ചൊക്കെ ചീറ്റി കുറച്ചൊക്കെ കാർബണായി. അതേസമയം നന്നായിട്ട് ഉണങ്ങിയ വിറകാണെങ്കിലോ, ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞോളൂ. വേദപുസ്തകം പഠിപ്പിക്കുന്നു, നിങ്ങൾ വിറകും എന്റെ വചനം നാവിൽ വരുന്ന തീയുമാകുന്നു. എന്താ അർത്ഥമാക്കുന്നത്? തീ അങ്ങോട്ട് ഇട്ടാൽ വിറക് സ്പോട്ടിൽ കത്തണം. ദൈവത്തിന് വേണ്ടി എരിയാനാണ് ഞാനും നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. ദൈവത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും ജീവിക്കേണ്ടത്. ഈ ഒരു ആത്മീക അനുഭവം ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും പിശാചൻ നമ്മുടെ ഈ ഇഗ്നറൻസ് ആണ് മുതലെടുക്കുന്നത്. ഇത്രയൊക്കെ മതി, ഇങ്ങനെയൊക്കെ പോയാൽ മതി, ഈ രീതിയിലൊക്കെ അങ്ങോട്ട് ഭക്തി മെയിൻറ്റെയിൻ ചെയ്താൽ മതി. നമ്മൾ തന്നെ എന്ത് ചെയ്തു? ഒരു കുറ്റി അടിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒരു വേലി കെട്ടി, ആ വേലിക്കകത്ത് ഒരു കെട്ടും കെട്ടി നമ്മളെ തന്നെ ഇട്ടിരിക്കുകയാണ്. ദൈവം അതൊന്നും ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് ആത്മീക നിലവാരത്തിൽ നാം ശക്തിപ്പെട്ട് മുന്നോട്ട് പോവുകയും ദുഷ്ടനോട് എതിർത്ത് ഈ വാഴ്ചകളെയും അധികാരങ്ങളെയും ഞാനും നിങ്ങളും ജയിച്ചു മുന്നോട്ട് പോകണം.
കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3:11 വായിച്ചോട്ടെ. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. അല്ല, അതിന് മുമ്പുള്ള വാക്യം യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന 11-ാം വാക്യം. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ പറയുകയാണ്, ദൈവം ഇട്ടിരിക്കുന്ന ഒരു അടിസ്ഥാനമുണ്ട്, ദൈവം ഇട്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥിതിയുടെ മേലാണ് എന്ത് ചെയ്യേണ്ടത്? പണിയെല്ലാം നടക്കേണ്ടത്. ദൈവത്തിന്റെ മക്കളോട് പറയട്ടെ, ദൗർഭാഗ്യവശാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിസ്ഥാനം ശരിയായ രീതിയിൽ ഇട്ടിട്ടല്ല പല പണിയും നടക്കുന്നത്. ഇത് പിശാച് ഇതിന്റെ പിന്നിൽ ഒരു വലിയ പ്രവൃത്തി നടത്തുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, പൂർണ്ണതയാണ് അവന്റെ പ്രശ്നം. ഈ പൂർണ്ണത നടക്കണമെന്നുണ്ടെങ്കിൽ ദൈവ വ്യവസ്ഥയിൽ മാത്രമേ പൂർണ്ണത വരികയുള്ളൂ. അപൂർണമായി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന എന്ന് പറഞ്ഞാൽ പിശാചിന് വിഷമൊന്നുമില്ല. അത് നിങ്ങൾ തൊണ്ട കീറി രാവിലെ തൊട്ട് വൈകിട്ട് വരെ പറഞ്ഞാൽ അവനതൊരു വിഷയമല്ല. പക്ഷെ അനുസരിക്കാൻ വരുമ്പോൾ ഇത്രയൊന്നും വേണ്ട. ഇപ്പൊ സപ്പോസ് ഒരു 100 രൂപ ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി മനസ്സുകൊണ്ട് ആത്മാവ് നമ്മളെ പ്രേരിപ്പിച്ചു. എക്സാമ്പിൾ, പെട്ടെന്ന് അങ്ങ് ചിന്തിക്കാവൂ, 100 കൊടുക്കേണ്ടത്, ഒരു 50 കയ്യിലിരിക്കട്ടെ. ഇതാരാ ഈ ചിന്ത കൊണ്ടിരുന്നത്? നോക്കുക, നമ്മൾ നിസ്സാരമായിട്ട് തോന്നും. നമ്മുടെ മനസ്സിന് പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ തന്നു, ഒരു ഇൻസ്പിറേഷൻ തന്നു. ആ ഇൻസ്പിറേഷനെ ഇടയ്ക്ക് കയറി ആരാ കട്ട് ചെയ്തത്? അനനിയാസും സഫീറയ്ക്കും തീരുമാനമെടുത്തത് ആരായിരുന്നു? അവര് തന്നെ തീരുമാനമെടുത്തു. ആരതിനെ വഞ്ചിച്ചു? അവര് തന്നെ. ആരുടെ പ്രേരണയാൽ? അതല്ലേ പത്രോസ് ചോദിക്കുന്നത്, സാത്താൻ നിന്റെ ഹൃദയം. വായിച്ചോട്ടെ അപ്പോസ്തല പ്രവൃത്തി. നമുക്കിതൊക്കെ വളരെ നിസ്സാരമായിട്ട് തോന്നും, പക്ഷെ ഇത് വളരെ കാര്യക്ഷമതയോടെ നാം ചിന്തിക്കേണ്ട ചില വിഷയങ്ങളാണ്. അഞ്ചാം അധ്യായം അതിന്റെ 3-ാം വാക്യം. അപ്പോൾ പത്രോസ് അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്തേ? നോക്കുക, ആരുടെ ഇൻസ്പിറേഷൻ ആയിരുന്നു ഇത്? പത്രോസ് ചോദിക്കുകയാണ്, ഇത് നിന്റെ മുതലല്ലായിരുന്നോ? വിറ്റ് ദൈവത്തിന് കൊടുക്കാമെന്ന് തീരുമാനിച്ചത് നീ തന്നെയല്ലേ? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടാണോ? അപ്പസ്തോലന്മാരുടെ ഉപദേശപ്രകാരമല്ല അതവിടെ നടന്നത്. പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ കൊടുത്ത പ്രേരണ. ഈ പ്രേരണ അനുസരിച്ച് അവർ, ഞാൻ പറഞ്ഞത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വചനഭാഗം ഞാൻ എടുത്തു കൊണ്ടുവന്നത്. ഇപ്പം അനനിയാസിനോട്, ഈ അനനിയാസെ, നിന്റെ ഹൃദയം പിശാച് എങ്ങനെ കൈവശപ്പെടുത്തി? ഇത് പൂർണ്ണതയില്ലാത്ത പ്രവൃത്തിയിൽ എന്ത് സംഭവിച്ചു? പിശാച് അതിലൂടെ അകത്ത് കടന്ന് അവനെ പൂർണ്ണതയോടെ ചെയ്യേണ്ട കാര്യത്തിൽ അപൂർണത വരുത്തി അവനെ പരാജിതനാക്കി. നോക്കുക, അനനിയാസും സഫീറയും ഈവൻ ദോ ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് പകുതി കൊടുക്കുക പോലും ചെയ്തു. വിറ്റതിന്റെ കുറച്ചെടുത്ത് ആർക്ക് കൊടുത്തു? നമ്മളാണ് വിചാരിക്കും, പോട്ടെ, ഒന്നും കൊടുക്കാത്തടത്ത് എന്തേലും കൊടുത്തല്ലോ. ഇന്നത്തെ ദൈവദാസന്മാരാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോ എന്താ പറയും, എത്രയോ പേര് ഒന്നും തരാതിരിക്കുമ്പോ നമ്മുടെ അനനിയാസ് അച്ചായം കൊണ്ടുവന്ന് ഇത്രയെല്ലാം തന്നല്ലോ. ദൈവത്തിന് എത്ര തന്നെന്നുള്ളതല്ല, ദൈവസന്നിധിയിൽ നാം കൊടുത്ത തീരുമാനത്തെ, ദൈവസന്നിധിയിൽ നാം പറഞ്ഞ വാക്കിനെ സ്വർഗം ഹോണർ ചെയ്യുന്നു. അതുകൊണ്ട് പത്രോസ്, വിൽക്കുന്നതിന് മുമ്പ് എന്റെ അനനിയാസ് നിന്റേതല്ലായിരുന്നോ? വിറ്റതിന് ശേഷം അത് നിന്റേതല്ലായിരുന്നു, പിന്നെ എന്തിനാണ് ഈ പണി കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് അർത്ഥം ഒരുപാടുണ്ട്. നിന്റെ ഹൃദയം പിശാച് കൈവശമാക്കി. ഡെവിൾ ഡിഫീറ്റഡ് യു. ആ അർത്ഥത്തിലാണ് പിശാച് നിന്നെ തറ പറ്റിച്ചു കളഞ്ഞില്ലേ അനനിയാസേ. ദൈവമക്കളെ, വിശ്വാസികളായ നാം വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. പിശാചിന് ഞാനും നിങ്ങളും ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ, ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ മക്കളോടെ ഞാൻ സംസാരിക്കുന്നത്, ദൈവ ഭയമുള്ളവരോടെ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്റെ മേൽ ജീവനുള്ള കല്ലായി ഞാനും നിങ്ങൾ പണിയപ്പെടുമ്പോൾ അവിടെയാണ് പഥ്യവചനത്തിനും ഉപദേശത്തിനും ഒക്കെ വലിയ പ്രസക്തി ഉണ്ടാകുന്നത്.
വചനത്തിന്റെയും ഉപദേശത്തിന്റെയും ഒരു കോംപ്രമൈസും ദൈവം അംഗീകരിക്കുന്നില്ല. മനുഷ്യർ ആളെ കൂട്ടാനും പണവും പേരും സമ്പാദിപ്പാനും നിർമ്മല വചനത്തിന്റെ പവിത്രത നഷ്ടപ്പെടുത്തുമ്പോൾ അതിന്റെ പിന്നിൽ പിശാചിന്റെ ഉപായമാണെന്ന് പലരും ഗ്രഹിക്കുന്നില്ല. ആമേൻ, സ്തോത്രം. എല്ലാറ്റിന്റെയും കൂട്ടത്തിൽ കയറ്റി നിർത്താൻ പറ്റുന്നവനല്ല യേശു. അവന്റെ എല്ലാ കാര്യവും അവൻ മാത്രമേ ഉള്ളൂ. മറ്റൊന്നിനും അവിടെ ഒരു സ്ഥാനമില്ല. മറ്റൊരുത്തനിലും രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം അവിടെ ചിന്തിക്കണ്ട. പൂർണ്ണതയുള്ള ദൈവത്തിന്റെ സകല കാര്യത്തിനും പൂർണ്ണതയുണ്ട്. ഞാൻ ആകുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ഇല്ലെന്നാ. ഞാൻ ആകുന്നു. ഓരോ കാര്യങ്ങൾ എടുത്ത് സ്പെസിഫിക്കലി പറഞ്ഞിരിക്കുന്നത് അവന്റെ പൂർണ്ണതയെ കാണിക്കുന്നത്. അവിടെ ഒന്നും ഒരു കോംപ്രമൈസും ഇല്ല. എന്നാൽ പുതിയ തലമുറയില് കുഴപ്പമൊന്നുമില്ലെന്നേ, എല്ലാം ചേർന്നങ്ങ് പൊക്കോളും. ഒരു ഒഴുക്കം മട്ടിൽ ആരാധനയൊക്കെ ഒന്ന് മാനുഷികമായ കൊഴുപ്പിലായി പൊക്കോണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, ഈ പരിശുദ്ധാത്മാവിലാണ് ഇതെല്ലാം നടക്കുന്നതെന്നൊന്നും ആരും അങ്ങ് ചിന്തിച്ചേക്കരുത്. ശബ്ദത്തിന്റെ കൊഴുപ്പും താളമേള ലയങ്ങളും ഒക്കെ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം ആത്മശക്തിയിലാണെന്നൊന്നും ആരും ചെയ്തേക്കരുത്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആത്മശക്തിയിൽ ആരാധന നടക്കുന്നില്ല എന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഈ നടക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവിലാണെന്ന് അങ്ങ് വിശ്വസിച്ചേക്കരുത്. എപ്പോഴാണ് പരിശുദ്ധാത്മാവിൽ ഇതായിത്തീരുന്നത്? ഒരു പൂർണ്ണതയുള്ള ഒരു അനുഭവത്തിലേക്ക് വ്യക്തി വരുമ്പോഴാണ് വ്യക്തിയുടെ മേൽ ആത്മശക്തി ഇറങ്ങുന്നതും ആ വ്യക്തികൾ ഒരുമിച്ച് കൂടി ദൈവത്തെ നമ്മൾ കാണുന്നില്ല. അപ്പസ്തോലന്മാര് അവരിരുന്നടം എന്ത് ചെയ്തെന്നാ പറയുന്നത്? അവരിരുന്നടം അവര് കുലുക്കിയില്ല, പരിശുദ്ധാത്മാവ് വന്ന് അവരുടെ മേൽ വന്നപ്പോ ഇരുന്നടം കുലുങ്ങിയെന്ന്. ഇന്ന് നമ്മൾ നമ്മുടെ ശരീരത്തെ കുലുക്കും, പരിശുദ്ധാത്മാവ് വന്നത് ചെയ്യണം. അവരുടെ മനസ്സ് ഏക മനസ്സോടെ, അതായിരുന്നു ആദിമ നൂറ്റാണ്ടിന്റെ വിക്ടറി. എന്തെല്ലാം മാർട്ടിയേഴ്സ്, അതായത് രക്തസാക്ഷിത്വം അവിടെ നടന്നു. കണ്ണിന് മുമ്പിൽ ഈർഷവാളിനെ അറുത്ത് കൊല്ലുന്നു, കല്ലെറിഞ്ഞു കൊല്ലുന്നു. പക്ഷെ ആർക്കും ഒരു ഭയഭീരുത്വം ഉണ്ടായില്ല. എന്തുകൊണ്ട്? ആരും വിശ്വാസത്തിൽ നിന്ന് ഓടിപ്പോയില്ല. എന്തുകൊണ്ട്? ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. ആദിമ നൂറ്റാണ്ടിലുള്ളവരുടെ, വിശ്വസിച്ചവരുടെ ഹൃദയം ഏക മനസ്സും ദൈവത്തിൽ പൂർണ്ണമായും പറ്റിച്ചേർന്നിരുന്നു. അവരുടെ ലക്ഷ്യം പണം ഉണ്ടാക്കുകയായിരുന്നില്ല, അവരുടെ ലക്ഷ്യം നേട്ടങ്ങളായിരുന്നില്ല, അവരുടെ ലക്ഷ്യം കർത്താവിനായി ജീവിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ മുതല് പോലും വിറ്റ് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു എന്ന് പറഞ്ഞപ്പോൾ അവരും അവർക്കുള്ളതും ആരുടേതായി? ദൈവത്തിന്റെ വകയായി തീർന്നെന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ എന്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കുണ്ട് എന്ന് പറയുന്ന വഴിപ്പ് ആരുടെയായി? ദൈവത്തിൻ്റെതായി. അത് എന്നിൽ നേട്ടമുണ്ടെങ്കിലും ദൈവത്തിൻ്റെതായി, എന്നിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതും ദൈവത്തിൻ്റെതായി. അതാണ് സമർപ്പണത്തിന്റെ ഒരു പ്രത്യേകത. അത് അവരുടെ ഉള്ളിൽ വന്നപ്പോഴാണ് ആദിമ നൂറ്റാണ്ടിൽ വിശ്വസിച്ചവർ എന്ത് ചെയ്തു? അവരവരുടെ വസ്തുവകളെ അപ്പസ്തോലന്മാര് ചോദിച്ചിട്ടല്ല, വസ്തുവകളെ വിറ്റു കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു. എന്തുകൊണ്ട്? ഇനി ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പൗലോസ് പറഞ്ഞൊരു കാഴ്ചപ്പാട് ഉള്ളിൽ വന്നത് കൊണ്ടത്രേ. ആമേൻ. അപ്പോൾ വചനത്തിന്റെയും ഉപദേശത്തിന്റെയും ഒരു കോംപ്രമൈസിനും ദൈവം അംഗീകരിക്കുന്നില്ല. അതേത് പ്രഗത്ഭൻ അതിന്റെ പിന്നിൽ ശുശ്രൂഷ നടത്തിയാലും, എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തിന്റെ മുമ്പാകെ അത്ഭുതമായി അടയാളമായി വെളിപ്പെട്ടാലും, ദൈവമായ കർത്താവ് വചനത്തിലും ഉപദേശത്തിലും ഒരു കോംപ്രമൈസും വെക്കുന്നില്ല, അതിനെ അംഗീകരിക്കുന്നില്ല. ആമേൻ, സ്തോത്രം. മനുഷ്യർ പവിത്രത നഷ്ടപ്പെടുത്തുമ്പോൾ അതിന്റെ പിന്നിൽ ഇങ്ങനെയുള്ള ഈ അനനിയാസിന് ചിന്ത കൊടുത്ത പോലെ, അനനിയാസിന് ഒരു ചിന്ത കൊടുത്തപ്പോൾ അത് ആരുടെ നാശത്തിലേക്ക് പോയി? സഭയ്ക്ക് മറ്റാർക്കും ഒരു ദോഷം ഉണ്ടായോ? ഇല്ല. ആർക്ക് മാത്രമേ എന്റെ ദോഷം ഉണ്ടായുള്ളൂ? ആരുടെ ഹൃദയമാണോ പിശാച് കൈവശമാക്കിയത് അവരെയും കൊണ്ട് ആര് പോയി? പിശാച് അങ്ങ് പോയി. ആരുടെ ഉള്ളിൽ പിശാച് കടന്നു? നമ്മൾ മനസ്സിലാക്ക. അപ്പക്കഷ്ണം വാങ്ങിച്ച ഉടനെ സാത്താൻ ആരിൽ കടന്നു? ആമേൻ, യൂദയിൽ കടന്നു. അവനെ എങ്ങോട്ട് കൊണ്ടുപോയി? ഇരുട്ടിലേക്ക് കൊണ്ടുപോകാനിടയായി. നോക്കുക, ഈ അനനിയാസും സഫീറയും ഒരു രീതിയിൽ ചിന്തിച്ചാൽ സമർപ്പിതരായിരുന്നു, ഒരു കർത്താവിന് ഹൃദയം കൊടുത്തവരായിരുന്നു. അവരുടെ വസ്തുവ വിറ്റ് കുറച്ച് കാശ് കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ പക്കൽ വെച്ചു. ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ നല്ല ഗുണങ്ങളായിട്ട് കാണാമെങ്കിലും ദൈവസന്നിധിയിൽ അവരുടെ വാക്ക് പൂർണ്ണതയില്ലാത്തതായിപ്പോയി. അവര് ദൈവസന്നിധിയിൽ കൊടുത്ത തീരുമാനം പൂർണ്ണതയില്ലാത്തതായിപ്പോയി. പൂർണ്ണതയില്ലാത്തത് ദൈവം അംഗീകരിക്കുന്നില്ല,
പൂർണ്ണതയോടെ പോകേണ്ട കാര്യത്തെ അപൂർണതയിലേക്ക് വിടുന്നവനാണ് പിശാച്. അതുകൊണ്ടാണ് രണ്ട് യജമാനെ സേവിക്കരുതെന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? ഒരു ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ. ഇവരെ ഈ പാതി പുറകോട്ട് പിടിച്ചു വെക്കാൻ എന്തായിരിക്കും അവരെ പ്രേരിപ്പിച്ചത്? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം നമ്മൾ സപ്പോസ് അനനിയാസിന്റെ വസ്തു 1,00,000 രൂപയ്ക്ക് വിറ്റു. 25,000 50,000 കൊണ്ടുപോയി കാൽക്കൽ വെച്ചു. ഈ ബാക്കി 50,000 പിടിച്ചു വെച്ചതിന്റെ ഉദ്ദേശം അതാണ് ദൈവം കാണുന്നത്. 50,000 പിടിച്ചു വെച്ചതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. പിശാചി പറഞ്ഞാൽ ഈ കമ്പനി എത്ര കാലം നിൽക്കും, ഈ LLC കമ്പനി എത്ര നാൾ നിൽക്കുമെന്ന് ഓർത്താം. നാളെ ഇത് പൊട്ടിപ്പോയാൽ നിങ്ങളുടെ കാര്യം എന്താകും? ചിലരോട് പിശാചി ചോദിക്കുന്നതിനറിയാവോ? ഒന്നാന്തരം പള്ളി ഞവക്കോട്ടയൊക്കെ വിട്ടേച്ച് യുവമാരുടെ കൂട്ടത്തിൽ കൂടിയാൽ നാളെ വല്ലതും സംഭവിച്ചാലേ മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നതിന്റെ അർത്ഥം? നിങ്ങൾ ഈ പൂർണ്ണ ഹൃദയത്തോടെ ഇവര് പറയുന്നതെല്ലാം കേട്ടങ്ങ് അനുസരിച്ച് യുവമാരുടെ ഒക്കെ കൂടിക്കഴിഞ്ഞാൽ ഈ പള്ളിയൊക്കെ അതുകൊണ്ടൊരു പിടി എവിടെ കിടക്കട്ടെ, ഒരു മെമ്പർഷിപ്പ് പള്ളിയിലും കിടക്കട്ടെന്നേ. ഇത് ആരുടെ ഗമ്മിക്കാന്നറിയാം? ഇതാണ് ഞാൻ പറഞ്ഞത്. അനനിയാസിന് ഇതേ ചിന്തയാ കൊടുത്തത്. ഒരു പിടി നിന്റെയിൽ ഇരിക്കട്ടെ, നാളെ ഈ പ്രസ്ഥാനം എന്തെങ്കിലും തരത്തിൽ പൂട്ടിപ്പോയാൽ, കാരണം ഇതൊരു പുതിയ പ്രസ്ഥാനമാണ്. ഈ ശിഷ്യന്മാരുടെ കൂട്ടം എന്ന് പറയുന്ന ഒരു പുതിയ പ്രസ്ഥാനമാണ്. ഇന്നും അത് വാലിഡാണ്. പെന്തിക്കോസുകാരോ ഇവര് ഇത്ര നാളല്ലേ ആയുള്ളൂ, നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് ഭക്തന്മാരല്ലേ, ഇവരുടെ പ്രസ്ഥാനമൊക്കെ പിടിച്ചു നിൽക്കുമെന്ന് എങ്ങനെ എന്തുറപ്പാ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്ത പിശാചി കൊണ്ടുവന്ന് ഇവന്റെ ഉപായമാണ്. ഇവൻ തുടക്കം തൊട്ടേ ഈ ഡർട്ടി ഗെയിം കളിക്കാൻ മിടുക്കൻ അത്രയും. അപ്പോൾ ഒന്നാമത്തെ തന്ത്രം നമ്മൾ കണ്ടു, ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ ഉപായിയായവൻ, ആമേൻ സ്തോത്രം, പൂർണ്ണതയിലേക്ക് മനുഷ്യനെ വിടാതെ. കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതുപോലെ ഫറവോൻ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതുപോലെ, നിങ്ങൾ പുരുഷന്മാരാദ്യം പൊക്കൂ, ഭാര്യയും കുഞ്ഞുങ്ങളും കന്നുകാലികളും ഒക്കെ ഇവിടെ ഒരു പിടി എൻ്റെ ഇരിക്കട്ടെ, അതാ അതിനർത്ഥം. അത് കഴിഞ്ഞാൽ പറഞ്ഞു നിങ്ങൾ കുടുംബമായിട്ട് പൊക്കോ, കന്നാലി ഇവിടെ നിൽക്കട്ടെ. ആദ്യം പറഞ്ഞ എന്താ? ഒരു കാര്യം ചെയ്യുമ്പം ആരാധനയ്ക്ക് വന്ന് നിർബന്ധമാണ് പൊക്കൂ, അവിടെ ആ മൂലയ്ക്ക് എങ്ങനെ ഒരു ടെന്റ് കെട്ടി 4 സ്തോത്രം പറഞ്ഞു പോരെ എന്ന് പറഞ്ഞാൽ എന്റെ പരിധി വിട്ടു പോയേക്കരുത്. നിങ്ങൾ കൂട്ടായ്മയ്ക്ക് പോകുന്നതിനൊന്നും കുഴപ്പമില്ല, പള്ളിയൊന്നും വിട്ടു പോയേക്കരുത്. ദൈവത്തിന്റെ മക്കളെ, ഇത് പണ്ട് തൊട്ടേ ഉള്ള പിശാചിന്റെ തന്ത്രമാണ്. അതിന്നും അവൻ പ്രായോഗിക തലത്തിൽ മനുഷ്യനെ കൊണ്ട് ആമേൻ സ്തോത്രം ആ രീതിയിൽ നടത്തുന്നു. അപ്പോൾ ഒന്നാമത്തേതാണെങ്കിൽ രണ്ടാമത്തെ തന്ത്രം നമ്മൾ വായിച്ചു. 1 പത്രോസ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. ആ വാക്യത്തിനകത്ത് വലിയ അർത്ഥമുണ്ട്. ഉണർന്നിരിപ്പിൻ, നിർമ്മതരായിരിക്കുന്ന പറഞ്ഞാൽ ബി കോഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മളെ നിരുത്സാഹികളായി തീരരുത്, അവയർനെസ്സിനെ അത് കാണിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രതിയോഗി ഉണ്ട്, ഇല്ലെന്നാരും ചിന്തിച്ചേക്കരുത്. എനിക്ക് പ്രശ്നമൊന്നും ഇല്ലെന്നുള്ള രീതിയല്ല നടക്കേണ്ടത്. നിനക്കൊരു പ്രതിയോഗി ഉണ്ട്. ആ പ്രതിയോഗിയുടെ പ്രത്യേകത ഇവിടെ പറയുന്നു, ആരെ വിഴുങ്ങേണ്ടു എന്ന് അന്വേഷിച്ച് ചുറ്റും നടക്കുക എന്നാണ്. അവിടൊക്കെ ശ്രദ്ധിക്കണം, ആരെ വിഴുങ്ങേണ്ടു. ഇതിന്റെ ഈ ഒരു തന്ത്രത്തിന്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകത, വിശ്വാസ ജീവിതത്തിൽ നിലനിൽപ്പാൻ കഴിയാത്ത രീതിയിൽ വിശ്വാസ സംബന്ധമായി ചുറ്റുപാടുകളിൽ നിന്ന് ഭയപ്പെടുത്തുന്നതായ അനുഭവങ്ങൾ. ചിലരൊക്കെ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചിട്ടും ഇന്നും ക്രിസ്തുവിനെ പരസ്യമായി ഏറ്റുപറയാതെ രഹസ്യത്തിൽ കഴിയുന്നതിന്റെ കാര്യം ഇതാ, പേടി. പിശാച് പേടിപ്പിച്ച് നിർത്തിയിരിക്കുക. വിട്ടുപോയി കഴിഞ്ഞാൽ ആരും ഉണ്ടാകത്തില്ല, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കുകയല്ല. പിശാച് അലർന്ന സിംഹം എന്ന് പറയുന്നത് ഭയപ്പെടുത്തുകയാണ് വ്യക്തികളെ. വിശ്വാസ ജീവിതത്തിലേക്ക് ദൈവത്താൽ ആകർഷിക്കപ്പെട്ടു വരുന്ന വ്യക്തികളെ ഭയപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെ പരസ്യമായി ഏറ്റുപറയാതെ രഹസ്യത്തിൽ കഴിയുന്നതിന്റെ കാര്യം. വിശ്വാസ ജീവിതത്തിലേക്ക് വന്നാൽ പിന്നെ ആരും നിങ്ങൾക്ക് കൂട്ടിനുണ്ടാകില്ല എന്നും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഒറ്റപ്പെടുത്തുമെന്നും മക്കൾക്കൊക്കെ നല്ലൊരു കല്യാണം പോലും കിട്ടത്തില്ലെന്നും ഒക്കെയുള്ള പല കാര്യങ്ങളും മനുഷ്യനെ എന്ത് ചെയ്യുക, ഞാൻ പച്ചയ്ക്ക് അങ്ങ് തുറന്നു പറയുക. നിന്റെ ഒന്നും മക്കളെ കല്യാണം കഴിപ്പിച്ച് അഥവാ കിട്ടിയാൽ തന്നെ വല്ല
ഡാഷ് ഡാഷിനെ കിട്ടുമെന്ന് പറയും. ആ ഡാഷ് ഡാഷ് മനസ്സിലാക്കാനുള്ളവർ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞ കാതും കഴുത്തും പറിച്ച് നടക്കുന്ന വർണ്ണത്തെ കിട്ടും. ഞാൻ പറയുന്നത് ഞാനൊരു കോമൺ ഭാഷയിൽ അങ്ങ് പറഞ്ഞതാ. കാരണം ഈ പിശാചിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പൊടിപ്പും തൊന്നലും പൊങ്ങലും ഒന്നും വെക്കേണ്ട, പച്ചയ്ക്ക് അങ്ങ് പറയണം. കാരണം ഇവനെ നമ്മൾ നേക്കഡ് ആക്കണം. പിശാചിനെ പരസ്യ കാഴ്ചയാക്കിയെന്ന് എന്ന് പറഞ്ഞാൽ അവന്റെ നേക്കഡ്നെസ്സിനെയാണ് നമ്മൾ വചനത്തിൽ കൂടെ പുറത്തു കൊണ്ടുവരേണ്ടത്. അവൻ വലിയ മാന്യനായിട്ട് കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നടക്കുകയാണെങ്കിൽ അവന്റെ വസ്ത്രം അഴിച്ച് അവനെ ആക്ഷേപിച്ച വിടേണ്ടത്. അവന്റെ തന്ത്രം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണം. നമുക്ക് നിസ്സാരമായ കാര്യമെന്ന് നമുക്ക് തോന്നുന്നതിന്റെ പിന്നിൽ അവന്റെ മാസ്റ്റർ മൈൻഡ് ഉണ്ട്. ഞാൻ ഈ അനനിയാസ് സഫീറിന്റെ ഭാഗമൊക്കെ എന്നെ ഒരുപാട് വേദനിപ്പിച്ച ഭാഗങ്ങളാണ്. അവരൊരു കൂട്ടം വിട്ട് ഇറങ്ങിയവരാണ്. അവരൊരു തീരുമാനമെടുത്ത് ഇറങ്ങിയവരാണ്. പക്ഷെ ആ എടുത്ത തീരുമാനത്തിൽ അവർ നിലനിൽക്കാൻ കഴിയാതിരുന്നത് അവർക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയി. നമുക്കിതിനകത്ത് പഠിക്കാൻ പാഠമായി എഴുതി വെച്ചിരിക്കുന്നത്, നമ്മൾ ഇറങ്ങി തിരിച്ചവർ വഴിയിൽ പട്ടുപോകാനല്ല, എത്തേണ്ട ലക്ഷ്യത്തിൽ എത്താനാണ്. ഇറങ്ങി പുറപ്പെട്ടവർ വഴിയിൽ പട്ടുപോകാനല്ല, തീരുമാനമെടുത്തിട്ട് പിന്തിരിഞ്ഞു പോകാനല്ല. ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യതയ്ക്ക് ഞാനും നിങ്ങളും അവകാശികളാകണം. ജീവൻ കൊടുക്കേണ്ടി വന്നാലും, ഒരു രക്തസാക്ഷിയാകേണ്ടി വന്നാലും, പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും ക്രിസ്തുവിനായിട്ട് മരിക്കാനുള്ള തീരുമാനത്തോടെ മുന്നോട്ട് പോകുന്നവനെ സ്വർഗത്തിന് ആവശ്യമുള്ളത്. അല്ലാതെ കുറച്ച് ആർഭാടം കാണിക്കുന്നവനെ അല്ല കർത്താവിന് വേണ്ടത്. കർത്താവിന് വേണ്ടി നിൽക്കാൻ സ്റ്റെഫാനോസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോ സ്വർഗം ഇലയുമായിരുന്നു. ആമേൻ, സ്തോത്രം. സ്വർഗം കണ്ടുകൊണ്ടിരിക്കുക. തന്റെ ദാസനെ അടുത്ത നിമിഷം കൈക്കൊള്ളാൻ യേശു എഴുന്നേറ്റ് നിൽക്കുക പിതാവിന്റെ വലത് ഭാഗത്ത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഈ ഭൂമിയിൽ നമുക്ക് കഷ്ടങ്ങളും വേദനകളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനിടയിലുള്ള ഒരു ആരോഗ്യകരമായ ഒരു ദൈവിക നടത്തിപ്പാണ് തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ഭയപ്പെടുത്തല്, അലർന്ന സിംഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നവർ നിങ്ങൾക്കൊന്നും ആരും കാണത്തില്ല. നിങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തി കളയും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാവി ഉണ്ടാകത്തില്ല, അവർക്ക് കല്യാണം ഉണ്ടാകത്തില്ല, ചത്താൽ അവിടെ കൊണ്ടുപോയി കുഴിച്ചിടും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഉണക്കി, നമ്മുടെ അയലയൊക്കെ ഉണക്കി വെച്ചിരിക്കുന്ന പോലെ ഉണക്കി വെച്ചിരിക്കുകയല്ലേ. അതൊക്കെ പണ്ട് കാലത്തായിരുന്നു. ഇന്ന് എല്ലാ സെറ്റപ്പും ഉണ്ട്. ദൈവത്തിന്റെ മക്കളോട് പറയട്ടെ, ദൈവത്തിന്റെ മക്കളെ നന്നായിട്ട് അങ്ങ് അനുഗ്രഹിച്ചു. എന്തിനാണെന്നറിയാമോ? ഇതിനൊക്കെ വേണ്ട സെറ്റപ്പുകൾ ചെയ്യാനുള്ള സാമ്പത്തിക വിടുതൽ ദൈവമൊക്കെ കൊടുത്തു. ആദിമ നൂറ്റാണ്ടിൽ ചിലപ്പോൾ, അല്ലെങ്കിൽ 100 കൊല്ലം മുമ്പ് പെന്തക്കോസുകാർക്ക് പല ബുദ്ധിമുട്ടുകളും നേരിട്ടുണ്ടാകാം. എന്നാൽ സ്വർഗം പ്രാർത്ഥനയുടെ ഫലമായി, കണ്ണുനീരിന്റെ ഫലമായി അവരെ ധനം കൊണ്ട് അനുഗ്രഹിച്ച് കല്ലറ വാങ്ങിക്കാനും സെമിത്തേരി വാങ്ങിക്കാനും പള്ളി പണിയാനുമുള്ള പണം ദൈവം അവർക്ക് കൊടുത്തു. അല്ലാതെ ദൈവം അവരെ പെരുവഴിയിൽ ഇട്ടിരിക്കുകയല്ല. ഞാൻ പറയുന്നതിന്റെ അർത്ഥം, ദൈവം അലൈവാണ്. അതുകൊണ്ട് പണ്ടത്തെ കാലത്തെ ആ ഒരു രീതിയിൽ ഇന്നും മനുഷ്യൻ പറയുന്നുണ്ട്. ഇന്ന് അതിന്റെ ഒന്നും ആവശ്യകതയില്ല. അതിന്റെയൊക്കെ സെറ്റപ്പ് ദൈവസഭകളിൽ ദൈവം തന്റെ മക്കളിലൂടെ ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ഇല്ലാത്ത ഇടത്ത് അതുകൊണ്ടാണ് നമ്മൾ ജനറസ് ആകണമെന്ന് പറയുന്നത്. ഉള്ളവർ ദൈവസഭയെ സഹായിക്കണം. ആലയം ഇല്ലാത്തടത്ത് ആലയം ഉണ്ടാകട്ടെ, ശവക്കോട്ട ഇല്ലാത്തടത്ത് ശവക്കോട്ട ഉണ്ടാകട്ടെ. അല്പസമ്പത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും വേണ്ടില്ല, ദൈവസഭയ്ക്ക് ഒരു ആലയം ഉണ്ടാകാൻ, ദൈവസഭയ്ക്ക് ഒരു ശവക്കോട്ട ഉണ്ടാകാൻ ഞാനും നിങ്ങളും നമ്മുടെ അധ്വാന ഫലത്തിൽ കൊടുക്കാൻ ഒരുക്കപ്പെടുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്. കാരണം നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു. എന്റെ പ്രാണനെ രക്ഷിച്ച എന്റെ ദൈവത്തിന് വേണ്ടി എന്തെനിക്ക് ചെയ്യാൻ കഴിയും? ദൈവം എനിക്ക് തന്ന നന്മയിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് കയ്യടിയൊന്നും കിട്ടത്തില്ല, പക്ഷെ സ്വർഗം അതിൽ സന്തോഷിക്കും. അപ്പോ ഹല്ലേലൂയ, സ്തോത്രം. കൂടാതെ അവന്റെ നാമത്തിൽ സഹിക്കേണ്ടി വരുന്ന നിന്ന, പരിഹാസം, മാനസിക ശാരീരിക പീഡനങ്ങൾ ഒക്കെ വിശ്വാസത്തിലേക്ക് ഇറങ്ങിയവരെയും ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരെയും പുറകോട്ട് വലിക്കുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പല ന്യൂസുകളും കേൾപ്പിക്കും. എന്തിനാ കേൾപ്പിക്കുന്നറിയാവോ? ഇതിന്റെ എല്ലാം പിന്നിൽ ആരാന്നറിയാവോ? നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നിയന്ത്രിക്കുന്ന ആരാണെന്ന വിചാരം. ഇതിന്റെ എല്ലാം പിന്നിൽ അവനൊരു കൈയുണ്ട്. ഈ ലോകത്തിൽ നടക്കുന്ന ഒരു അനീതിയും, പല അനീതിയും മറച്ചു വെക്കലും, എവിടെങ്കിലും ഒരു പാസ്റ്റർക്ക് എവിടെയെങ്കിലും ഒരു എറർ വരട്ടെ, ഒരു പള്ളിയിൽ വെച്ചിന് ഒരു എറർ വരട്ടെ, ഹെഡ്ലൈന് വരുന്നത് എന്തായിരിക്കും അറിയാം? പാസ്റ്റർ അറസ്റ്റിൽ. അതോ ബ്രേക്കിംഗ് ന്യൂസാ. പറയുന്നതിന്റെ അർത്ഥം ഇത് കാണുന്ന സമയം ഇത് കണ്ടേച്ച് നമ്മുടെ വിശ്വാസത്തിൽ വന്ന നമ്മുടെ ബന്ധുക്കൾ, നിങ്ങളുടെ പുള്ളി അകത്താന്നോ, നിങ്ങളുടെ പാസ്റ്ററെ ഇന്ന് ന്യൂസ് കണ്ടില്ലായിരുന്നോ, നിങ്ങളുടെ പാസ്റ്ററെ. ആ കേൾക്കുന്ന ആള് വിശ്വാസത്തിലേക്ക് വരാൻ ഇങ്ങനെ കയ്യാലപ്പുറത്തിരിക്കുകയായിരിക്കും.
അവൻ ആ കയ്യാലപ്പുറത്തുനിന്ന് താഴോട്ടല്ല ചാടുന്ന, മേലോട്ടങ്ങ് കയറി. ഇത് പിശാച് ഒരു രീതിയിൽ മനുഷ്യനെ എന്ത് ചെയ്യാണ്? ഭീതിപ്പെടുത്തുകയാണ്. ഞാൻ ഈ വചനം ചിന്തിച്ചപ്പോഴേ ചില കാര്യം എനിക്ക് ദൈവത്തിന്റെ വചനത്തിലൂടെ കാണാനിടയായി. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 42-43. എന്നിട്ടും പ്രമാണികൾ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ല താനും. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. രഹസ്യത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ചോദിക്കട്ടെ, ഈ വചനം മറ്റു പലരും കേൾക്കുന്നതാകൊണ്ടാണ് ഞാൻ ഈ രീതി ചോദിക്കുന്നത്. നമുക്ക് ആരുടെ മാനമാണ് വേണ്ടത്? മനുഷ്യൻ തരുന്ന മാനമാണോ ദൈവത്തിന്റെ മാനമാണോ വേണ്ടത്? പള്ളിഭ്രഷ്ടരാകാതിരിക്കാൻ, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ, ഈവൻതോ വിശ്വാസം എന്താണെന്നും ക്രിസ്തുവിന്റെ രക്ഷ എന്താണെന്നും അറിയാമായിട്ടും അത് ഏറ്റു പറയാൻ കൂട്ടാക്കാതെ ആരെയൊക്കെയോ പേടിക്കുന്നെന്നല്ല ഇതിന്റെ അർത്ഥം. ആരെയൊക്കെയോ ഭയപ്പെടുന്നു. ഇത് കർത്താവ് പറഞ്ഞ വചനമാണ്. സത്യം ദൈവം ഗ്രഹിപ്പിച്ചു കഴിഞ്ഞാൽ രഹസ്യത്തിലിരിക്കാനല്ല. അതുകൊണ്ട് സ്നാനപ്പെടുന്നത് പോലും പണ്ട് കാലത്ത് എന്തായിരുന്നു, ചെണ്ടയൊക്കെ മുഴക്കിയാണ് ആറ്റിലോട്ട് പോകുന്നത്. 10 പേർ അറിയട്ടെ ഒരാളുകൂടെ പിശാചിന്റെ പിടി വിട്ടുപോയെന്ന്. ചിലര് പറയാറുണ്ട് രഹസ്യത്തിൽ കൊണ്ടുപോയി ആരും അറിയാതെ സ്നാനപ്പെടുത്തിയത്. അത് ഒരു രീതിയിൽ പറഞ്ഞാൽ ദൈവത്തോട് ചെയ്യുന്ന ഒരു വഞ്ചനയാണ്. ഇതൊന്നും രഹസ്യത്തിൽ ചെയ്യേണ്ട കാര്യമല്ല. ക്രിസ്തു പരസ്യ കോലമായത് രഹസ്യത്തിലല്ല. ക്രിസ്തു 2 കള്ളന്മാരുടെ നടുവിൽ രഹസ്യത്തിലല്ല മരിച്ചത്. അവൻ പരസ്യത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ അധർമ്മിയെ പോലെ സ്വർഗവനെ തൂക്കിയിട്ടിട്ട് അവനെ ഒരു അകൃത്യ യാഗമാക്കി തീർത്തിട്ടാണ് രക്ഷ തന്നതെങ്കിൽ, ആ രക്ഷയുടെ വലിപ്പം മനസ്സിലാക്കുമ്പോൾ മനുഷ്യൻ തരുന്ന മാനമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ദൈവത്തിന്റെ മാനമാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ വിശ്വാസ ജീവിതത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങളൊന്നും രഹസ്യത്തിലല്ല. ഈവൻ ബൈബിള് പോലും ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് ഇട്ട് കൊണ്ടുപോയി നടക്കരുത്. അതും ഒരു ഭീതിയുടെ അടയാളമാണ്. ചിലര് ബൈബിളും കൊണ്ട് പോകുന്ന നിർത്തിയുണ്ട്, ഒരു പ്ലാസ്റ്റിക് കൂടിനകത്തിട്ട് കെട്ടി പള്ളിയിൽ ചെന്നിട്ട് അഴിക്കും. എന്നിട്ട് തീരുന്നതിന് മുമ്പേ അത് ഇട്ടിട്ട് വീണ്ടും ഇതിനകത്ത് കെട്ടും. 10 പേര് കാണട്ടെന്ന് ഇത് ബൈബിള് പിടിച്ചോണ്ട് നടക്കുന്നേ. ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. നമ്മൾ ഭയപ്പെടുന്ന ദൈവത്തെയാണ്. അവനാണ് നമ്മെ രക്ഷിച്ചത്. അവൻ നമ്മെ രക്ഷിച്ചിരിക്കുമ്പോൾ ശത്രുവിനെ ഭയപ്പെടുത്തലിന്റെ പിന്നിലല്ല. അവൻ പറയുന്ന മനുഷ്യന്റെ മനസ്സിനെ തളർത്തുന്ന വാക്കുകളല്ല ഞാനും നിങ്ങളും കേൾക്കുന്നത്. സമൂഹം നമ്മെ ഒറ്റപ്പെടുത്തുമെന്നോ, എല്ലാവരും നമ്മെ വിട്ടുപോകുമെന്നോ. വിട്ടുപോയെങ്കിൽ പോട്ടെ, ക്രിസ്തു നമ്മുടെ കൂടെ ഇരിക്കും. ദൈവം നമ്മുടെ കൂടെ ഇല്ലാതെ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിന്നാലും നമ്മൾ വട്ടപൂജ്യമാണ്. മറിച്ച് ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഇരുന്ന നമ്മൾ ഫിഗറാണ്. ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മതി ദൈവത്തിന്റെ മക്കളെ. സിംഹക്കുഴിയിലോട്ടിട്ടാലും അവിടെ കാണുവൻ, തീക്കകത്തോട്ടിട്ടാലും അവൻ അവിടെ കാണും. ഏത് ശോധനയുടെ നടുവിലും അപ്പം കാണത്തില്ല, അമ്മ കാണത്തില്ല, അപ്പൂപ്പൻ കാണത്തില്ല, നാട്ടുകാരൻ കാണത്തില്ല. എന്നാൽ അവൻ നമുക്ക് വേണ്ടി തുണ നിൽക്കും. അതല്ലേ പൗലോസ് പറഞ്ഞേ, എന്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എന്നാൽ എന്റെ ദൈവമോ എനിക്ക് തുണ നിന്ന് എന്നെ കൊണ്ട് പ്രസംഗം ചെയ്തെടുപ്പിക്കുവാനും സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ വിടുവിച്ചു. ആമേൻ. സ്തോത്ര. വാക്യം ഒന്ന് വായിച്ച് തിമോത്തിയോസിന് എഴുതിയ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം, 16-ഉം 17-ഉം. എന്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അതെ അവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവോ എനിക്ക് തുണ നിന്നു പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. മനസ്സിലായി? ഈ സിംഹം ഏതാന്ന് മനസ്സിലായോ? ഇതാ പത്രോസ് പറഞ്ഞ അലറുന്ന സിംഹം. ആ സിംഹം ഇവിടെ കണ്ടോ? ആ സിംഹത്തിന്റെ വായിൽ പോകാതെ കർത്താവ് എന്നെ അവിടുന്ന് രക്ഷിച്ചെന്നാ എഴുതിയിരിക്കുന്നത്. ഈ സിംഹത്തിന്റെ വായിലോട്ട് നമ്മളെ ഇട്ടുകൊടുക്കുകയല്ല.
ഞാൻ പറയുന്നതിന്റെ അർത്ഥം അവൻ വാ വിളിച്ചോണ്ട് നിന്നോട്ട്. അവൻ പേടിപ്പിച്ച് വിഴുങ്ങാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് അലറുന്ന സമയം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു. അതെന്തിനാ വിഴുങ്ങുന്ന? പല്ല് തന്നിട്ടില്ലേ? ഞാൻ ചോദ്യം ചോദിക്കുന്ന ആളാ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, സാധാരണ ഒരു സാധനം വായിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ വിഴുങ്ങുകയല്ലല്ലോ. ഒരു ലിക്വിഡ് ആണെങ്കിൽ ചിലപ്പോൾ കുടിച്ചെന്ന് വരും. സാധാരണ ഒരു സോളിഡായ ഒരു സാധനം വായിലോട്ട് വന്നു കഴിഞ്ഞാൽ പല്ലെന്തിനാ തന്നിരിക്കുന്നത്? ചവയ്ക്കാനാണ്. അവിടെയാ കർത്താവ് എന്നോട് പറഞ്ഞ, മക്കളെ, ഇവൻ സിംഹത്തിന്റെ രൂപവും ഭാവവും ഒക്കെ ഉണ്ടെങ്കിലും ഇവൻ ഒരൊറ്റ പല്ലില്ല. ആ വിഷപ്പല്ലാണ് ഞാൻ ക്രൂശിൽ പിഴുതെടുത്തത്. എത്ര പേര് സ്തോത്രം ചെയ്യും? ക്രൂശിൽ യേശു നേടിയ ജയമെന്ന് പറഞ്ഞവന്റെ വിഷപ്പല്ലാണ് പിഴുതെടുത്തത്. ഇന്നവന് രൂപവും ഭാവവും കാണിച്ച് മനുഷ്യനെ പേടിപ്പിക്കുകയുള്ളൂ. ദൈവമക്കളൊന്ന് ഉറച്ചു നിന്നാലുണ്ടല്ലോ. അതല്ലേ നമ്മൾ പാട്ട് പാടുന്ന, ആരാധനയുടെ പാട്ട് പാടുമ്പം ദൈവമക്കൾ ഉണരുമ്പോൾ ദുർശക്തികൾ എന്ത് ചെയ്യുമെന്നാ പാടുന്നത്? നമ്മൾ എരപ്പിച്ച് പാടി അങ്ങ് പോകും. നമ്മള് പാട്ട് പാടുന്നില്ലേ, അത്ഭുതം യേശുവിൻ നാമം? അതിൽ 3-ാമത്തെ സ്റ്റാൻസ എന്താ? ദൈവസഭ ഉണരുമ്പോൾ, ദൈവജനം പ്രാഗൽഭ്യത്തോടെ നിൽക്കുമ്പോൾ ദുർശക്തികൾ എന്ത് ചെയ്യും? അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ലെന്നാ. അപ്പോൾ അലറുന്ന സിംഹത്തിന്റെ അത് വിഴുങ്ങാൻ ഇങ്ങനെ രൂപവും ഭാവവും കാണിച്ച് വാക്കുകളിലൂടെയും സാഹചര്യത്തിലൂടെയും വിശ്വാസത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെയും വിശ്വാസത്തിൽ അത്തപ്പാടികളായി നിൽക്കുന്നവരെയും വിഴുങ്ങാൻ നിൽക്കുമ്പോൾ അവന്റെ തന്ത്രമ പേടിപ്പിച്ച്. അവന്റെ വിഷപ്പല്ല് കർത്താവ് എന്ത് ചെയ്തു? കൊലോസ്യ ലേഖനത്തില പറയുന്ന പരസ്യമായ കാഴ്ചയാക്കി പിടിച്ചു വാങ്ങിച്ചെന്നോ. അവന്റെ ആയുധവർഗം പിടിച്ചു വാങ്ങിച്ച് അവയെ പരസ്യമായ കാഴ്ചയ്ക്ക്. ഇതൊരു കഥയുണ്ട്. പണ്ട് ഒരു ദേവദാസൻ എഴുതിയ ഒരു കഥ, അതുകൂടെ പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആ കഥ ഇങ്ങനെയാണ്. അത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഒരു ആറിന്റെ അക്കരയും ഇക്കരയും പോകാനായിട്ട് ഒരു കടത്തുവള്ളം ഉണ്ടായിരുന്നു. ഒരു കടത്തുവള്ളത്തിൽ ആജാനബാഹുവായ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. ആ മനുഷ്യൻ ഒന്ന് ആക്രോശിക്കുമ്പോൾ അവൻ ചോദിക്കുന്ന പണം കൊടുക്കണം. ഇപ്പൊ എക്സാമ്പിൾ 10 രൂപയുടെ ഒരു യാത്രയുടെ ഡിസ്റ്റൻസ് ആണുള്ളതെങ്കിൽ ഞാൻ പറയാം 100 രൂപ വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഗർജനം കേൾക്കുമ്പോൾ ആൾക്കാർ 100 ഇട്ടിട്ട് പേടിച്ച് ഇട്ടേച്ചു. ഇവൻ ആ വള്ളത്തിൽ ഇരിക്കുകയാണ്. വള്ളം തുഴയാൻ വേറെ ഒരാളും കൂടെയുണ്ട്. ആരെങ്കിലും 90 ഇട്ടാൽ ഇവനൊന്ന് ശബ്ദം വെക്കും. ആൾക്കാർ പേടിച്ച് കയ്യിലുള്ളത് ഇട്ടേച്ചു. ഒരു ദിവസം ഒരു കൊച്ചു പയ്യൻ, തീരെ പയ്യൻ, ഒരു ബാലകൻ, യാത്രയ്ക്ക് അക്കരയ്ക്ക് പോകാൻ വേണ്ടി ഈ ബോട്ടിൽ കയറിയപ്പം അവൻ പറഞ്ഞു, വെക്കടാ കാശെന്ന് പറഞ്ഞു. തന്നില്ല, താൻ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ ഇപ്പം നിന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞു. എന്നാ ഒന്ന് കാണിക്കാൻ പോകും. ഇച്ചിരി കഴിഞ്ഞിട്ട് ഒരനക്കവും ഇല്ല. അപ്പൊ പയ്യനൊരു ഡൗട്ട് തോന്നി, എന്താ സംഭവം? കാരണം ഈ ആചാരബാഹ്യമായ മനുഷ്യൻ ഒരു പുതപ്പ് പുതച്ചിരിക്കുക. ചെന്ന് ഈ പുതപ്പ് വലിച്ചു മാറ്റിയപ്പോൾ ഇവന്റെ 2 കൈയും ഇല്ലാത്ത ഒരു മനുഷ്യൻ. തന്റെ ശരീരം കൊണ്ടും ശബ്ദം കൊണ്ടും പേടിപ്പിക്കുകയായിരുന്നു. ഇതാണ് പിശാച് മനുഷ്യനോട് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. യേശു ക്രൂശിൽ സാത്താനെ ആയുധവർഗം വെപ്പിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും മാരകമായി വരാവുന്ന വിഷപ്പല്ലിനെ യേശു പിഴുതെടുത്തു. ഇത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയുമ്പോൾ ദൈവം എനിക്ക് കാണിച്ചത് ഒരു ദർശനമാണ്. ഒരിക്കൽ ഞാൻ ദുബായ് വെച്ച് ഇങ്ങനെ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ വളരെ ഭാരത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നെ കാണിച്ചു തന്ന ഈ സിംഹത്തിന്റെ വായ അങ്ങോട്ട് ദൂതൻ പൊളന്ന് എന്നെ കാണിച്ചു എന്നിട്ട് പറഞ്ഞു, വായ്ക്കകത്തോട്ട് നോക്കാൻ പറഞ്ഞു, ഒറ്റ പല്ലില്ല. ഞാൻ ക്രൂശിൽ അവന്റെ പല്ല് പിഴുതേച്ച് അവനെ വിട്ടിരിക്കുന്നത്. ക്രൂശ് മരണത്തിലൂടെ എനിക്കും നിങ്ങൾക്കും യേശു നേടിത്തന്ന വിജയത്തിന്റെ ആഴം ആര് മനസ്സിലാക്കുന്നുവോ അവര് ഭീരുക്കളായിട്ട് പിന്നെ ജീവിക്കത്തില്ല. യേശുവിന്റെ രക്തത്തിന്റെ മഹിമ മനസ്സിലാക്കിയ ഒരുത്തനും പാപം ചെയ്യത്തില്ല. യേശു ക്രൂശിൽ നേടിത്തന്ന വിജയത്തിന്റെ ആഴം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം.
മാനവരാശിക്ക് കഴിയാത്ത വലിയ കാര്യം ക്രിസ്തുവേശു എനിക്ക് നിങ്ങൾക്കും വേണ്ടി ക്രൂശിൽ ചെയ്ത് തന്നിട്ടാണ് നമ്മോട് പറഞ്ഞ, മക്കളെ നിങ്ങളും ജയാളികളായി ഞാൻ ജയമെടുത്തു പോയതുപോലെ നിങ്ങളും ജയിക്കണം. അതുകൊണ്ട് സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരായിട്ടല്ല, അറിയുന്നവരും അവനോട് എതിർത്ത് നിൽക്കുന്നവരും അവരെ തോൽപ്പിക്കുന്നവരുമാകുവിൻ. നമ്മുടെ തലവണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവ് എത്ര നല്ലവൻ, ദൈവം എത്ര വിശ്വസ്തൻ. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വാഴ്ചകളെയും അധികാരങ്ങളെയും അവിടുന്ന് ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി തീർത്തവനെ, ഞങ്ങൾ ഈ ലോകത്തിൽ ജഡത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും ഒക്കെ ആണെങ്കിലും താവേ, ഞങ്ങൾക്ക് ജയമുണ്ടെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ഞങ്ങളെ ഉറപ്പിക്കുന്നുവല്ലോ. എങ്കിലും ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവം ഒരു പൂർണ്ണത ആഗ്രഹിക്കുന്നുവല്ലോ. അപൂർണത എവിടെ കടന്നു വന്നാലും സാത്താൻ അവിടെ ജയമെടുക്കുന്നുണ്ടല്ലോ. സാത്താന് ഞങ്ങളുടെ ജീവിതത്തിൽ അവകാശം വരുന്ന ഒന്നും ഞങ്ങളുടെ ദൈവസേനയിലുള്ള തീരുമാനത്തിലോ വിശ്വാസ ജീവിതത്തിലോ ഉണ്ടാകാതെ, അവന്റെ തന്ത്രങ്ങൾ അറിയാത്തവരായിട്ടല്ല, അറിഞ്ഞ് അവനോട് എതിർത്ത് നിൽക്കുവാനും അവന്റെ ഭീഷണിയുടെയോ അവന്റെ ആക്രോശത്തിന്റെ മുമ്പിൽ ഞങ്ങളുടെ തല കുനിഞ്ഞു പോകാനല്ല, അവന് നേരെ എതിർത്ത് നിൽക്കാൻ ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വചനം ഞങ്ങളുടെ നടുവിനെ, ഞങ്ങളുടെ കുനിഞ്ഞിരിക്കുന്ന നടുവിനെ ഒന്ന് നിവർക്കണമെന്ന് മാമേൻ 18 വർഷമായി സാത്താൻ ബന്ധിച്ച സ്ത്രീയുടെ നടുവിന്റെ കൂനഴിച്ച് അവിടെ നടുവ് നിവർത്തിയതുപോലെ റിഖമന ശന്തല ഹസ്തമനപ ശത്രു കൂനിട്ടുകൊണ്ട് ആമേൻ സ്തോത്രം, ഒരു വിഷയത്തിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ കഴിയാതെ ബന്ധിച്ചിരിക്കുന്ന ജീവിതങ്ങളെ യേശുവിന്റെ വചനത്താൽ ഇന്ന് രാത്രി വിടുവിച്ചെടുക്കുകയാണ്. അവര് നിവരട്ട് കർത്താവേ, അവര് നിവർന്ന് നിന്നുകൊണ്ട് ശത്രുവിനോട് എതിർത്ത് നിൽക്കാൻ ദൈവരെ പ്രാപ്തരാക്കണമെന്ന് അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വചനത്താലുള്ള സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു. നീ എടുത്ത ജയം ഞങ്ങളുടെയും ജീവിതത്തിൽ എടുത്തുകൊണ്ട് ജയാളികളായി മുന്നേറുവാൻ സഹായിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് ലംഘിച്ച് ചെയ്യപ്പെടാൻ കഴിയാതെ പോയവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെയും അനുഗ്രഹിക്കണം. ശാരീരിക ക്ലേശങ്ങൾ, രോഗങ്ങളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൗഖ്യം കൽപ്പിക്കണമേ. എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് വേണ്ട ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും നൽകിക്കൊടുത്ത് തുടർ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ വിജയം ലഭിപ്പാൻ കർത്താവ് ഒരു വിശേഷത കൽപ്പിക്കണമെന്ന് അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുവോളം നിന്റെ ചിറകിന്റെ മറവിൽ ഞങ്ങളെ മറച്ചു കൊള്ളണം. അവിടുന്ന് ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ച വിധങ്ങൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും ഭൂലോകമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും ഗ്രേസ് ആൻഡ് ട്രൂത്ത് ക്രിസ്ത്യൻ മിനിസ്റ്റർ പ്രവർത്തനങ്ങളോടും ഇന്നും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ